الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، خذ بيدي قلت حيلتي فأدركني. الصلاة والسلام عليك يا إمام المتقين يا رسول الله، خذ بيدي قلت حيلتي فأدركني. الصلاة والسلام عليك يا شفيع المذنبين، خذ بيدي قلت حيلتي فأدركني يا رسول الله يا حبيب الله. صل على سيدنا مولانا محمد صاحب التاج والمعراج والبراق والعلم، دافع البلاء والوباء والقحط والمرض والألم، اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم، سيد العرب والعجم، جسمه مقدس معطر مطهر منور في البيت والحرم، شمس الضحى بدر الدجى صد العلا حسن الهدى كافي الورى مصباح الظلم، جميل الشيم شفيع الأمم صاحب الجود والكرم، والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره، وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود، سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين، راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين، سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين، صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين، أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله، صلوا عليه وعلى آله وصحبه وسلموا تسليما. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله، وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي الله عالم الغيب والشهادة هو الرحمن الرحيم، هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. يسبح له ما في السماوات والأرض هو العزيز الحكيم. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله يا رحمة للعالمين يا شفيع المذنبين يا إمام المتقين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് തരം പ്രത്യക്ഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് തരം പ്രത്യക്ഷമുണ്ട്. ഒന്ന് ളുഹൂറുഹു അൽ ആമ്മ വളുഹൂറുഹു അൽ ഖാസ്സ, രണ്ട് വെളിവാകൽ നബിക്കുണ്ട്. അത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നബിക്ക് രണ്ട് തരം വെളിവാകലുണ്ട്. ഒന്ന് ളുഹൂറുഹു അൽ ആമ്മ, നബിയുടെ പൊതുവായ വെളിവാകലാണ്. അതവിടുത്തെ ജസദിൻ്റെ ജന്മദിനമാണ് റബീഉൽ അവ്വൽ. അത് പൊതുവായ വെളിവാകലാണ്. ലോകത്തിന് മൊത്തം നബി വെളിവായതാണ് ബഹുമാനപ്പെട്ട റബീഉൽ അവ്വൽ. നബിക്ക് രണ്ട് തരം വെളിവാകലുണ്ട്. ഒന്ന് നബിയുടെ പൊതുവായ വെളിവാകൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അവിടുത്തെ ളുഹൂറുഹുൽ ജസദി, ജസദിയായ വെളിവാകൽ.
ആ ജസദിയായ വെളിവാകൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വലിൽ വെളിവായി. AD 571 ഏപ്രിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെളിവാകൽ ലോകത്തിന് മൊത്താണ്. ആ വെളിവാകൽ എല്ലാവർക്കും റഹ്മത്തുല്ലിൽ മുസ്ലിമീനല്ല, റഹ്മത്തുല്ലിൽ ആലമീനാണ്. അതൊരു വെളിവാകല. ലോകത്തിന് മുഴുവനും അന്ന് നബി വെളിവായി. ലോകത്തിന് മുഴുവനും നബിയെ പരിചയപ്പെടാനായി. ലോകത്തിന് മുഴുവനും നബി അനുഗ്രഹവുമായി. അതെല്ലാവർക്കും കിട്ടി. മുത്തയ്യനും കിട്ടി, ആയാസിക്കും കിട്ടി. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും നബി വെളിവായി എന്ന് റബീഉൽ അവ്വൽ. എന്നാൽ നബിക്ക് രണ്ടാമതൊരു വെളിവാകലുണ്ട്. അത് റമളാനിലാണ്. അത് മുത്തയ്യന് മാത്രം. അപ്പൊ നബിക്ക് 2 ജന്മസമയമുണ്ട്, 2 മൽഹറുണ്ട് നബിക്ക്, 2 വെളിവാകൽ. ഒന്ന് അവിടുത്തെ ജസദിൻ്റെ വെളിവാകൽ, ആലമീന് മൊത്തം. 2 ഉമ്മത്തിന് വെളിവാകൽ. അതാണ് എന്ത്? റമളാൻ. അത് മുത്തയ്യനെ മാത്രമേ ഉപകരിച്ചുള്ളൂ. അതുകൊണ്ട് മുത്തയ്യ 2നെ പരിഗണിക്കണം. ഒരു നിലക്ക് മുത്തയ്യ നബിയെ പരിഗണിക്കേണ്ടത് റബീഉൽ അവ്വലിനേക്കാൾ റമളാനിലാണ്. അന്ന് നബി വെളിവായതാണ്. മനസ്സിലായില്ലേ? നബി വെളിവായതാണ് എന്ന് റബീഉൽ അവ്വലിൽ. അപ്പം ഈ ആ സമയത്ത് മുത്തയ്യ എന്താ ചെയ്യേണ്ടത്? ലോകത്തിന് നബി വെളിവാക്കി കൊടുക്കണം. റമളാനിലെ അവനിലേക്ക് വെളിവായതാണ് നബി. ഖുർആൻ കൊണ്ട് വെളിവായി. ഖുർആൻ നമ്മുടേതല്ല, നബിയുടേതാണ്. അപ്പൊ ഖുർആൻ കൊണ്ട് നമ്മിലേക്ക് വെളിവായി നബി. ലൈലത്തുൽ ഖദ്ർ നമ്മുടേതല്ല, നബിയുടേതാണ്. നബിക്ക് കൊടുത്താണ്. ഒരു നബിക്കും കൊടുക്കാതെ മുത്തനബി കൊടുത്താണ്. അപ്പോ ലൈലത്തുൽ ഖദ്റും കൊണ്ട് നബി നമ്മളിലേക്ക് വെളിവായി. പിന്നെ തൗബ, റമളാനിലെ തൗബ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട്? റമളാനിലും ഒരാൾക്ക് തൗബ ചെയ്തില്ലെങ്കിൽ പിന്നെ അയാളുടെ കാര്യം പോക്കാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ദോഷത്തെ പൊറുപ്പിക്കുന്ന മാസമാണല്ലോ എന്ത്? ഉമ്മത്ത് മുഹമ്മദിന് റമളാന്. അപ്പൊ അതുകൊണ്ട് നബി നമ്മളിലേക്ക് വെളിവായി. തൗബ കൊണ്ട് നബി നമ്മളിലേക്ക് വെളിവായി എന്ന്. റമളാൻ മൊത്തം നമ്മൾ തൗബയാണല്ലോ ചെയ്യുന്നത്. അത് നബി നമ്മളിലേക്ക് വെളിവായി. ഇത് അള്ളാഹു നബിക്ക് കൊടുത്തു, നബി നമ്മളിലേക്ക് വെളിവായി. അപ്പൊ ഉമ്മത്തിന് നബിയെ രണ്ടാമത് കിട്ടിയതാണ്. പൊതുവായല്ല, ഖാസത്ത്, പൊതുവായിട്ടല്ല. അവരാരും ഇത് ശ്രദ്ധിക്കുകയുമില്ല. അപ്പോൾ റബീഉൽ അവ്വൽ ഏതൊരാളും നബിയെ ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? അങ്ങനെ ലോകത്തിന് അനുഗ്രഹമായി വന്ന ഒരാളാണെങ്കിൽ എല്ലാവരും പറയും. ഏതൊരു അമുസ്ലിമായ മനുഷ്യനും നബിദിനത്തിന് എൻ്റെ ആശംസകൾ. അതേ സമയത്ത് റമളാനിൽ ഒരു നബിദിനുണ്ട്. റമളാൻ മൊത്തം നബിദിനാണ്. അത് മുത്തയ്യന് മാത്രമേ മനസ്സിലാവുള്ളൂ. മിൻ ഉമ്മത്തി മുഹമ്മദിൻ. 2 മൽഹറുണ്ട് നബിക്ക്. നല്ലോണം മനസ്സിൽ തലക്ക് കയറിയാൽ മാത്രം തലാട്ടിയാൽ മതി. കാരണം റമളാനിൽ കിട്ടിയതൊന്നും നമുക്ക് കിട്ടിയതല്ല. റമളാൻ നോമ്പ് നമുക്കുള്ളതല്ല. ആർക്കാണ്? ഖാസത്ത് മിൻ നബിയിൽ മുസ്തഫ. അമ്പിയാക്കളിൽ നിന്ന് നബിക്ക് കൊടുത്താണ്. നബിയിൽ നിന്ന് നമ്മളിലേക്ക് വെളിവായി. അപ്പൊ നബിയുടെ ഒരു 2ാം വെളിവാകലാണ്. ഖുർആൻ നമുക്ക് കിട്ടിയല്ല, നബിക്ക് കിട്ടിയതാണ്. നബി നമ്മളിലേക്ക് വെളിവായി. അപ്പോൾ വീണ്ടും നമുക്ക് നബി വെളിവായി. എന്തോ? ഖുർആനിലൂടെ. റമളാനിലൂടെ നബി നമുക്ക് വീണ്ടും വെളിവായി. റബീഉൽ അവ്വലിലൂടെ അവിടുത്തെ ജസദ് വെളിവായി. റമളാനിലൂടെ നമുക്ക് ഉമ്മത്തിനുള്ള അനുഗ്രഹം മൊത്തം വെളിവായി. റമളാൻ ഷഹ്റു ഉമ്മത്തി, റമളാൻ ഷഹ്റു ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിന് ഞാൻ വെളിവായി. റമളാൻ നമുക്ക് കിട്ടിയല്ല, നമ്മളെപ്പോലത്തെ മുഅ്മിനീങ്ങൾ. അങ്ങനെ അല്ലാഹു തആല നമ്മളെ മുഅ്മിനാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ മുഅ്മിനാക്കി തരട്ടെ. മുഅ്മിനീങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. അവർക്കൊന്നും എന്ത് കിട്ടിയിട്ടില്ല? റമളാൻ കിട്ടിയില്ല. എന്തുകൊണ്ട്? അവർക്കൊരു മുഹമ്മദ് നബി പ്രത്യക്ഷമായില്ല. വിദൂരമായിട്ടേ ഉള്ളൂ. അവരുടെ നബിയുടെ നബിയാണ്, അത്രയേ ഉള്ളൂ. അവരുടെ നബി അല്ല.
ഉദാഹരണം മൂസാ നബിയുടെ ഖൗമിന് റമദാനിലൂടെ കടന്നുപോയി, പക്ഷെ അവർക്ക് റമദാൻ്റെ നോമ്പ് കിട്ടിയില്ല. എന്തുകൊണ്ട്? അവർക്ക് മുഹമ്മദ് നബി നബിയല്ല, നബിയു നബിയിഹി, അവരുടെ നബിയുടെ നബിയാണ്. ഇബ്രാഹിം നബിക്ക് ഇവിടെ ജനതക്ക് നബി നബിയല്ല, നബിയുടെ നബിയാണ്. നൂഹ് നബിക്ക് ഇവിടെ ജനതക്ക് മുസ്തഫ നബി നബിയല്ല, നബിയുടെ നബിയാണ്. നമുക്കോ നബിയാണ്. അപ്പം നമുക്ക് റമദാൻ കിട്ടി, അവർ റമദാനിലൂടെ കടന്നുപോയി. അവർക്കും മുഹറം ഇന്നത്തെ ഷുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ, മുഹറം സഫറൊക്കെ അന്നേ ഉണ്ട്. പക്ഷെ അവർക്ക് റമദാനിൽ ഒരു പ്രത്യേകത കിട്ടിയില്ല. എന്തുകൊണ്ട്? അവർക്ക് റമദാനിൻ്റെ ഒരു നബിയെ കിട്ടിയില്ല. റമദാൻ എന്നതിന് അള്ളാഹു ആർക്ക് കൊടുത്താണ്? മുഹമ്മദ് മുസ്തഫാക്ക്. അത് നമുക്ക് നബിയിലൂടെ കിട്ടി. അപ്പം നമുക്ക് നബിയിൽ നമുക്ക് എന്തൊക്കെ കിട്ടി നബിയിലൂടെ? പറയേ. റബീഉൽ അവ്വൽ എല്ലാവർക്കും കിട്ടി. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂതനും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ റഹ്മത്തുൽ ആലമീനെ കിട്ടി എന്ന് റബീഉൽ അവ്വൽ. റമദാനിലോലെ ഈ നബിയെ തിരിഞ്ഞു നോക്കൂല, കാരണം അവർക്ക് പ്രത്യേകിച്ചൊന്നും നബിന്ന് കിട്ടിയിട്ടില്ല. നമ്മക്കോ ഒന്നും. അപ്പം നമ്മൾ റമദാനിലെ ദിവസം റബീഉൽ അവ്വൽ ഒരു ദിവസം ഒരു മങ്കൂസിൽ ഓതുകയാണെങ്കിൽ നമ്മൾ 24 മങ്കൂസ് ഓതണം എന്ന് റമദാനിൻ്റെ. റമദാൻ നിനക്ക് കിട്ടിയതല്ല. ഇവിടെ കഴിഞ്ഞു പോയ നബിമാർക്ക് ഉമ്മത്തുണ്ട്. ആ ഉമ്മത്തിൽ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അവരെക്കാൾ വലിയവനല്ല ഈ. പിന്നെന്തേ അവർക്ക് കൊടുക്കാത്ത എനിക്ക് തന്നു? അവർക്കൊരു നബിയില്ല, ആ നബിക്കത് കൊടുക്കൂ. അപ്പം നിനക്ക് നീയായതുകൊണ്ട് കിട്ടിയല്ല, നബിയിലൂടെ കിട്ടിയാണ്. അപ്പം നമുക്ക് വീണ്ടും നബിയുടെ ജന്മദിനം ഉണ്ട് അവിടെ. നബി നമുക്ക് വീണ്ടും പ്രത്യക്ഷമായി. എന്തിലൂടെ? പറയാം, റമദാനിലൂടെ. റഹ്മത്തുൽ ആലമീനായ ആലമീൻ്റെ റഹ്മത്തിന് പുറമെ ഉമ്മത്തിന് റഹ്മത്ത് നബിയായി എന്ന് റമദാനിൽ ഖുർആനിലൂടെ ഉമ്മത്തിന് വീണ്ടും റഹ്മത്തായി നബി. ലൈലത്തുൽ ഖദറിലൂടെ ഉമ്മത്തിന് വീണ്ടും റഹ്മത്തായി നബി. 700 ഇരട്ടിയും 70,000 ഇരട്ടിയിലൂടെ പറേ ഉമ്മത്തിന് വീണ്ടും റഹ്മത്തായി നബി. വേറെ ആർക്കില്ല. തൗബയിലൂടെ ഉമ്മത്തിന് വീണ്ടും റഹ്മത്തായി നബി. മനസ്സിലാണ്ടോ പറഞ്ഞത്? സാധാരണ കാലത്ത് ഒരു അറഫിന് 10 കൂലിയാണെങ്കിൽ ഇത് 700-ഉം 70,000 അല്ല. സവാബിലൂടെ, സ്വർഗത്തിലൂടെ, എല്ലാത്തിലൂടെയും എന്നൊളിവായി റമദാനിലൊളിവായി. അപ്പം നമുക്ക് ഏറ്റവും നബിയോട് കടപ്പെട്ട മാസം ഏതാ? റമദാന്. അതുകൊണ്ടാണ് മുൻഗാമികൾ എന്തൊഴിവാക്കിയാലും റമദാനിലെ എല്ലാ ദിവസവും എൻ്റെ വല്യപ്പ അല്ലാഹുമ്മ അശ്ഹദ് ഓതാത്ത മൗലിദോത്തൊരു ഓതാത്തൊരു ദിവസം എൻ്റെ വല്യപ്പക്ക് റമദാനിലുണ്ടാവില്ല. അതേസമയം റമദാനല്ലാത്ത കാലത്ത് തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഓതും. റമദാനിലോ എല്ലാ രാത്രി ഓതും. എന്തുകൊണ്ട്? നബിയോട് കടമയാണ്. ഇതൊക്കെ നബി തന്നതാണ്. അത് നമ്മളാണ് മാറുന്നു. നബിലും വലിച്ചെറിഞ്ഞു. അത് വഹാബിയത്ത് നമ്മളെ ഉള്ളിലേക്ക് കയറിയതാണ്. സ്വാബിയൊക്കെ തരം പൊളിഞ്ഞതാണ്. നല്ല പോലെ ചിന്തിക്കണം. അതിൻ്റെ വല്യപ്പന് മാത്രമല്ല, നിങ്ങളെ വല്യപ്പൻ നിങ്ങൾ പരിശോധിച്ച് വെച്ചാൽ ഞങ്ങൾക്കും കിട്ടും. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഒന്നിരിക്കലും ഇശാ മഗ്‌രിബിനിടയിൽ മങ്കൂസ് ഓതും, അല്ലെങ്കിൽ തറാവി കഴിഞ്ഞ് വന്നാൽ ഓതും, ഓതിരി അടക്കുള്ളൂ. അവർക്ക് ഗഫലത്ത് ബാധിച്ചില്ല. എന്തുകൊണ്ട്? പിശാച് ഒരടുത്തേക്ക് വരില്ല. അത്രയും വലിയ ചാട്ടുള്ളിയായിരുന്നു നബി പോലെ കൂടെ ഉണ്ട്. ആ നബിനെ ചൂര് കണ്ട പിശാച് ഓടും. അപ്പൊ നബിക്ക് 2 തരം പ്രത്യക്ഷമുണ്ട്. ഒന്ന് പൊതുവായ പ്രത്യക്ഷവും ഒന്ന് പ്രത്യേകമായ പ്രത്യക്ഷവും. അത് മനസ്സിലാക്കണം. നമ്മൾ വിവരമില്ല എന്ന് പറയുന്ന ഈ തൊട്ടടുത്ത മുൻഗാമികൾ ഒരു 50 കൊല്ലം മുമ്പ് വരെ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് ഇത് നല്ല പോലുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എൻ്റെ പാപ്പനെ പറ്റി ആലോചിച്ചു നോക്കാം. സത്യല്ലേ ജിവറെ? അഷ്റഫേ, എൻ്റെ പാപ്പനെ പറ്റി മാത്രം ആലോചിച്ച് നോക്ക്. എൻ്റെ പാപ്പ മൂല്യരല്ലല്ലോ. അല്ല,
ഈ പറഞ്ഞ നന്മക്ക് എൻ്റെ വാപ്പയിലില്ലേ? ഉണ്ട്. എൻ്റെ വലിയ പേരുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ നന്നായി നന്നായി എന്നാണ് നാശായി. നമ്മൾ ആരെ ഒഴിവാക്കി? നമുക്ക് റസൂലുള്ളാഹിക്ക് നമ്മൾ കുലാവിൻ്റെ ആക്കണ മാസം എന്ത് മാത്രമായി? റബീഉൽ അവ്വൽ എല്ലാവർക്കും കിട്ടിയെന്നല്ലേ അങ്ങായി പരക്കച്ചോറല്ലേ അത്? റബീഉൽ അവ്വൽ നിനക്ക് കിട്ടിയതുപോലെ അത് നിന്റെ തൊട്ടടുത്ത അശോകന് കിട്ടിയില്ലേ? നബിക്ക് നുബുവത്തിന്റെ ജന്മദിനമുണ്ട്, ജസദിന്റെ ജന്മദിനമുണ്ട്. മൂമിനായതുകൊണ്ട് റമദാനിലല്ലേ ജൂമിനായത്? റമദാൻ കൊണ്ടല്ലേ ജൂമിനായത്? ജൂമിനായത് ആരെ കൊണ്ടാ? നബിയെ കൊണ്ട്. ആ നബിയെ കൊണ്ട് ജൂമിനായത് എന്താ? അതിന് വഴി തുറന്ന ഏതാ? റമദാനല്ലേ. ജസദ് വന്നത് റബീഉൽ അവ്വലാണ്, നുബുവത്ത് എന്ന റമദാനിലാണ്. നമ്മളെ എല്ലാം കെട്ടിച്ചത് എന്തിലേക്കാണ്? നുബുവത്തിലേക്കാണ്. അവൻ നാടാകെ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുകയും നാടാകെ, മനസ്സിലായില്ലേ? റബീഉൽ അവ്വലിന്റെ തലേ ദിവസം ജാഥ നടത്തുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും, മനസ്സിലായില്ലേ, ജാഥ നടത്തണ്ടേ അല്ലേ? രാവിലെ മുതലേ ജാഥ നടത്താണ് റമദാന്റെ തലേന്ന്. എന്തേ? നമ്മക്ക് മാത്രമാണ്. അതിലൊരു അവകാശമില്ല, അതിലൊരു അവകാശമില്ല. ഇത് മുത്തിയായ മുഅ്മിന് മാത്രമാണ് എന്ന് റമദാന്. മറ്റെല്ലാവർക്കും ഉണ്ട്. ലേഖനം എഴുതും, മറ്റുള്ള സമുദായങ്ങളും ലേഖനം എഴുതും നബിയെ പറ്റി എന്ന്. റബീഉൽ അവ്വൽ ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനം വരും, ഹിന്ദു ലേഖനം വരും. എല്ലാ ലോകത്തെ എല്ലാ ലണ്ടൻ ടൈംസിൽ, അമേരിക്കൻ പിന്നെ എന്താ പറയുക, ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും നബിയെ പറ്റി ലേഖനം വരും. ഏത് മാസം? റബീഉൽ അവ്വൽ. ഇപ്പം പ്രത്യേകിച്ചും ലോകം മുഴുവൻ നബി അംഗീകരിച്ചൊരു കാലമാണ്. വിമർശകരുണ്ടെങ്കിലും മുഹമ്മദ് നബി ഒരു സംഭവമായതുകൊണ്ട് സംഭവിച്ചല്ലേ വിമർശിക്കണത്. നമ്മളൊരു ഒരു പ്രഭാഷണം നടത്തിയിട്ട് 10 ആൾ കേൾക്കണില്ലെങ്കിൽ നമ്മളാരും വിമർശിക്കൂല. മനസ്സിലായില്ലേ? 10 ആൾ കേൾക്കണോണ്ടാണല്ലോ വിമർശിക്കണത്. അതെ, പറയേ, അതൊരു നന്മണ്ട്. അത് വിമർശിക്കുന്നൊരു നന്മണ്ട്. നമ്മളാർക്കും വേണ്ടതേ. നമ്മൾ എന്ത് കൂക്കി പറഞ്ഞാൽ ആരും കേൾക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? നബിയുടെ മഹത്വം പറയുന്ന അന്യ സമുദായക്കാർ വരെ ഇന്നത്തെ കാലത്ത് കൂടി. അപ്പം അവരൊക്കെ നബിയെ പ്രശംസിക്കുകയും ലേഖനം എഴുതുകയും നബിയുടെ മഹത്വത്തെ പറ്റി ഡോക്യുമെൻ്ററി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മാസമാണ് ഏത്? റബീഉൽ അവ്വൽ. റമദാനിൽ ഇവരൊന്നും തൊടുതന്നെയല്ല, നമുക്ക് ഒഴിഞ്ഞതാണ്. റമദാനു ഷഹറുൽ ആലമീൻ അല്ല, റമദാനു ഷഹറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്, എൻ്റെ ഉമ്മത്തിൻ്റെ മാസം. എന്തൊക്കെ കിട്ടി? റബീഉൽ അവ്വലിൽ നിനക്ക് നബിയെ കിട്ടി. റമദാനിൽ നബിയെ കൊണ്ട് നീ മൂമിനായി. റമദാനിൽ നിനക്ക് നബിയെ കൊണ്ട് റമദാൻ കിട്ടി. റമദാനിൽ നമുക്ക് നബിയെ കൊണ്ട് ഖുർആൻ കിട്ടി. റമദാനിൽ നബിയെ കൊണ്ട് നിനക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടി. റമദാനിൽ നിനക്ക് നബിയെ കൊണ്ട് നിനക്ക് സവാബിന് ഇരട്ടി 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 കിട്ടി. റമദാനിൽ നബിയെ കൊണ്ട് നിനക്ക് സ്വർഗം തുറന്നു കിട്ടി. റമദാനിൽ ഓറുലീങ്ങൾ നിന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. റമദാനിൽ നിനക്ക് നബിയെ കൊണ്ട് തോബ കിട്ടി. എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെ. നമുക്കിപ്പോൾ നബിയെ കൊണ്ട് ആകെ കിട്ടിയൊരു ബത്തൊക്കെയാണ്. നമുക്കിപ്പോൾ റമദാനെ കൊണ്ട് നബിയിൽ നോമ്പറക്ക് നേരത്തെ കുറച്ച് ബത്തൊക്കെ കഷ്ടം കിട്ടി, സമൂസയും കിട്ടി. ഇതാണ് ഇപ്പം നബിയെ കൊണ്ട് നമുക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് എന്താ കിട്ടാത്തത്? ഈ നബിയെ കുട്ടി ഒക്കെ കിട്ടുമല്ലോ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഒരു നബിയെ തന്നതിൽ ഏറ്റവും സന്തോഷിക്കേണ്ട മാസമാണ് ഏത്? റമദാൻ. അതിന് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. വേറുള്ള മാസത്തിൽ 1000 സ്വലാത്തില്ലെങ്കിൽ റമദാനിൽ 1000 ഒപ്പിക്കൂല. കാരണം ഖുർആൻ ഓതണ്ടേ. ഏറ്റവും കൂടുതൽ നബി പരിഗണിക്കേണ്ട മാസമാണ് ഏത്?
ഉമ്മത്തെന്ന നിലയിൽ ഷഹറുമ്മത്തി, എൻ്റെ ഉമ്മത്തിന് എന്നെ കിട്ടിയ മാസം. മറ്റെല്ലാം റഹ്മത്തുലില്ലാൽമീനല്ലേ. അപ്പൊ നമ്മൾ നബിയോട് ഏറെ കടപ്പെട്ട മാസമാണ് ഏത്? റമളാന്. വളരെ 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 ചിന്തിക്കുക. ഞാനേ റമളാൻ തീരുന്നവരെ പറയുള്ളൂ. എന്നാലും ഒരു ലോഡ് ബാക്കി ഉണ്ടാവും. എന്നാലും ഒരു ലോഡ് ബാക്കി. റമളാനിൽ മുഹമ്മദിയ എന്നുള്ള ക്ലാസ് അത് നിങ്ങൾ കറാത്ത് മറാത്ത് കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം. ഏതാണ് നിനക്ക് കിട്ടിയ നബി? ഞാൻ നബിയെ, നിനക്ക് നബിനെ കിട്ടിയല്ലോ. ആളാരാ? ആ ആള് കിട്ടുമ്പോൾ നീ മൂസാ നബിയിലേക്ക് കിട്ടിയാൽ നിനക്കവിടെ ബന്ധം മുറിയും. ആരുമായി? അല്ലാഹുമായി. ഇതുവഴിയെല്ലാം അങ്ങോട്ട് കയറൂല. ഈ നബിയോ, ഈ നബിക്ക് നടക്കാത്തൊന്നുമില്ല. ഈ നബിക്ക് നടക്കാത്തൊന്നുമില്ല. ഞാൻ ഈ നബിയെ പറ്റി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് കിട്ടിയ നബി ആരാ? നിങ്ങൾക്ക് കിട്ടിയ നബി ആരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ ആരാ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. പറഞ്ഞത് പ്രകാരം ആ നിശ്ചിത സ്ഥലത്തേക്ക് മൂസ വന്നെത്തി. വകല്ലമഹു റബ്ബുഹു, മൂസ നബിയോട് റബ്ബ് സംസാരിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഖാല, മൂസ പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, അരിനി, നിന്നെ നീ എനിക്കൊന്ന് കാണിച്ചു തരണം. അൻളുറിലേക്ക്, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ. ഖാല, അപ്പോൾ അല്ലാഹു പറഞ്ഞു, ലൻ തറാനി, നിനക്കെന്നെ കാണാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നിനക്കെന്നെ കാണാൻ കഴിയില്ല. കാരണം എന്നെ കാണാൻ ഭയങ്കര കട്ടിയാണ് പണി. വലാകിൻ ഉൻളുർ ഇലൽ ജബലി, ആ പർവ്വതത്തിലേക്ക് നോക്ക്. ഫൈനിസ്തവഖറ മകാനഹു, എൻ്റെ ഒരു ചെറിയ പ്രഭ അവിടെ വന്നിട്ട് ആ പ്രഭയെ വഹിക്കാൻ ആ പർവ്വതത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഫസൗഫ തറാനി, നിനക്കും എന്നെ കാണാൻ കഴിയും. പിന്നീട് ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി, അങ്ങനെ ആ പർവ്വതത്തിലേക്ക് അള്ളാഹുവിൻ്റെ നേരിയൊരു പ്രഭ വന്നപ്പോൾ ജഅലഹു ദക്കൻ, ആ പർവ്വതത്തിന് അള്ളാഹുവിൻ്റെ പ്രഭയെ വഹിക്കാൻ കഴിയാതെ പൊടി പൊടിയായിപ്പോയി. വഖറ മൂസ സഇഖ, മൂസ അപ്പോൾ ബോധരഹിതനായി വീഴുകയും ചെയ്തു. ഫലമ്മ അഫാഖ, ബോധം തെളിഞ്ഞപ്പോൾ ഖാല റബ്ബ്, മൂസ പറഞ്ഞ, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ. തുബ്തുയിലേക്ക്, എനിക്ക് വഹിക്കാൻ കഴിയാത്തത് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് തെറ്റായി, ഞാൻ തൗബ ചെയ്യുന്നു. വഅന അവ്വലുൽ മുഅ്മിനീൻ, നിന്നെ വിശ്വസിക്കുന്ന പ്രഥമഗണനീയനായി ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ആര് പറഞ്ഞു? സയ്യിദുനാ മൂസ. അതായത് എനിക്ക് നിന്നെ നിരക്കില്ല, നബി ഒഴിവാക്കി. എടാ നബി, നിനക്കിപ്പോൾ ഇന്ന് ചെല്ലുണ്ടല്ലോ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, ഇതിന് കാരണക്കാരനാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ കാരണക്കാരനാരാ? നബി. പിന്നെ ഇജ്ജ് പറയണ്ടേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ, അഫു കിട്ടിയതിന് കാരണക്കാരനാരാ? പറയാ, ആരാ? നബി. പിന്നെ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിന്നു, പെരുന്നാൾ ആഘോഷിക്കണേ, കാരണക്കാരനാരാ? നബി. നബി അല്ലാതെ പെരുന്നാൾ രാവ് വലിയ കൂലി കിട്ടും. ആരെ പറയണം? നബിനെ പറയണം. നബിനെ കൂലിട്ടിയല്ലേ.
എന്തിന് ഇതൊക്കെ കിട്ടിയാൽ എനിക്ക് അവസാനം കിട്ടേണ്ട സുഹൃക്കല്ലേ? ബില്ലടക്കാൻ നബി ചോദിച്ചാൽ ബില്ലനല്ല പോയി പറഞ്ഞാൽ അതല്ലേ പിന്നെ ബില്ലടക്കണോ? എനിക്ക് ഒതുക്കാക്കാനല്ലേ? ആശുപത്രിൻ്റെ മുതലാളി ബില്ലടക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കും പോലെയാണ് അമലിൻ്റെ വലിപ്പം കൂട്ടാൻ നബി സഹായിക്കുമോ എന്ന് ചോദിക്കുന്നത്. ആശുപത്രിൻ്റെ ബില്ലടക്കാൻ മുതലാളി സഹായിക്കുമോ എന്നുള്ള ചോദ്യത്തിന് തന്നെ മാനല്ല. എനിക്ക് ബില്ലില്ല കണിയില്ല, വേഗം വണ്ടി എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ബില്ല് മനസ്സിലായില്ലേ? ചിന്തിച്ചു നോക്കി. എല്ലാം റഹ്മത്തുൻ അതിന് കാരണക്കാരൻ നബിയല്ലേ, വസതുഹു മഗ്ഫിറത്തുൻ കാരണക്കാരൻ നബിയല്ലേ, വആഖിറുഹു ഉത്ഖുൻ കാരണക്കാരൻ നബിയല്ലേ, പിന്നെ ലൈലത്തുൽ ഖദ്ർ കാരണക്കാരൻ നബിയല്ലേ, പിന്നെ അഫു കാരണക്കാരൻ നബിയല്ലേ, പിന്നെ ചെറിയ നാൾ കാരണക്കാരൻ നബിയല്ലേ, ഒക്കെ നബിയല്ലേ. നിനക്ക് കിട്ടിയല്ലേ ഇച്ചാരാ നിനക്ക് കിട്ടിയ അതെന്നാ ഒരു വ്യക്തി എന്ന നിലയിൽ നീയും മുൻകാലത്തെ നബിമാരുടെ വ്യക്തി ഉമ്മത്ത് തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരു നിലക്ക് അവരല്ലേ കൂടുതൽ കഷ്ടപ്പെട്ട് 1000 മാസമൊക്കെ ഒട്ടകത്തിൻ്റെ താടിയെല്ലുകൊണ്ട് യുദ്ധം ചെയ്ത ഒരാൾ നമ്മളെ കൂട്ടത്തിലുണ്ടോ? അവരല്ലേ. അതിനേക്കാൾ വലിയ കൂലിയാണ് ഇജ്ജ് കിട്ടുന്നത്. എന്തേ ഇജ്ജ് ആരാ? മനസ്സിലായില്ല. ഖൈറും മിൻ അൽഫി ഷഹ്റാണ്. അവർ 1000 മാസം ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് യുദ്ധം ചെയ്തു. 1000 മാസം ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് 1000 മാസം യുദ്ധം ചെയ്തു അവര്. എന്നിട്ട് നിനക്ക് ഖൈറും മിൻ അൽഫി ഷഹ്ർ, ആ 1000 മാസത്തെക്കാൾ വലിയ നേട്ടാണ് നിനക്ക് കിട്ടുന്നത്. ജാരാണ് ജാരയുടെ ചങ്ങായി. ഇത്ര വലിയ ആളാകാൻ ജാര നിനക്കൊരു മീസത്തല്ല നിങ്ങൾ മിൻ ഉമ്മത്തി മുഹമ്മദ് അല്ലാതെ എന്താടാ എങ്ങനെ നിനക്കുള്ളത്? പറയട്ടെ, വഹാബി പറയട്ടെ, എന്താടാ എനിക്കുള്ള മഹത്വം? ഇവിടെ മൂസാ നബിന്റെ കാലത്തും ഈസാ നബിയുടെ അതിന്റെ മുമ്പുള്ള ജനതകളിലും കഷ്ടപ്പെട്ട് 1000 മാസമൊക്കെ കഷ്ടപ്പെട്ട മനുഷ്യന്മാരെടുത്തേക്കെത്താൻ നിനക്ക് എന്താടാ കയ്യിലുള്ളത്? അല്ല നീതിമാനും അല്ലേ? പിന്നെ എന്തേ നിനക്ക് തന്നു? നീ ആരിൽ പെട്ടു? മിൻ ഉമ്മത്തി മുഹമ്മദ്. അപ്പം മുഹമ്മദ് നബിക്കല്ലേ എങ്ങനെ പ്രത്യേകത? ഇതേ പെരയിൽ തെങ്ങിന് കളക്കാൻ വേണ്ടി ഇന്നലെ വന്നിട്ടുണ്ട്. അന്നപ്പോൾ ആ പുള്ളത്തിണ്ടുമ്പോൾ ഇരുന്നിട്ട് ഈ കഞ്ഞിയും കൂട്ടാൻ കുടിച്ചിട്ടുണ്ട്. ഇന്ന് അവിടുത്തെ പുതിയാപ്പളിനൊപ്പം വന്ന് അപ്പനക്ക് എന്തുണ്ട്? എന്നെ പുള്ളത്തിണ്ടുമ്പോൾ ഇരുത്തൂല, എന്നെ എവിടെ ഇരുത്തുക? ഏറ്റവും നല്ല കസേരയിൽ. എനക്ക് ആദ്യം ഒരു ഓർലിക്സ്, പിന്നെ ഒരു എന്താ പറയാ പിന്നെ ഒരു പള്ള നിറച്ച് മന്തിയും കുന്തിയും എല്ലാം കൂടി, പിന്നെ എനക്കൊരു ഒരു പെട്ടി എല്ലാവർക്കും പരിയൊക്കെ കൊണ്ടുപോകാൻ, പിന്നെ ഐസ്ക്രീം. ഇച്ചലങ്ങ ഇന്നലെ ഇവിടെ ഇരുന്ന് മുണിക്കിയത് അവിടെ ആ തിണ്ട് മരുത്തിട്ട് നിലത്തിരുന്നിട്ട് ഇന്നലെ ഇച്ചല്ലേ. ഇന്നെനിക്ക് ഈ ചെറുപ്പുണ്ടാകാൻ കാരണം എന്താ? പറയടാ എങ്ങായി അന്ത നോമ്പ് വെച്ചാൽ അന്തം പറ്റില്ല. അത് നോമ്പ് നീ എവിടുന്ന് നോമ്പിട്ടാന്ന് പഠിച്ചേങ്ങായി? നേരം വിളിച്ച് വൈകുന്നേരം പട്ടികളാണെങ്കിൽ നോമ്പാകും. എന്ത് മനുഷ്യന്മാരങ്ങളൊക്കെ നോമ്പ് വെക്കില്ല. ആദ്യം എവിടെ നീ നോമ്പ് കിട്ടിയെന്ന് പഠിക്ക്. എൻ്റെ വലിപ്പത്തിരഞ്ച് ആരാണെനിക്ക് ഇത്ര പോകുന്നത് പള്ളിയുണ്ട്. അതിന് വൈകുന്നേരമായ ഈജ് ഒരു ചെമ്പ് മുഴുവൻ മറിച്ച് കുത്തി മറിച്ചിടും. എന്നിട്ട് വലിയ ഷെറഫാക്കി പറയാം, ഞാൻ ഊറുല്ലീങ്ങൾ വരെ എന്നെപ്പറ്റി പുകയറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ജാതി മുണങ്ങിയിട്ട് വാസനിക്കണം അന്നെ ഊറുല്ലീങ്ങൾ മാത്രം പറയല്ലേ. അല്ല, തൊള്ള തുറന്നാലും വാസനിക്കും, ബേക്ക് തുറന്നാലും വാസനിക്കും. രണ്ടോട്ടുണ്ട്, രണ്ടോട്ടി കൂടി വാസനിക്കും. അജാതി അന്തം മുട്ടോനെ ഊറിലിങ്ങൾ വാസനിക്കും. ഓല എന്നെ കണ്ട 2 ചവിട്ടിയ എനിക്കൊരു മാത്രമേ ഉള്ളൂ. എന്ത്? മുത്തനബിയിലൂടെ വന്നതാണ്, പുതിയ ആപ്പിള്ളപ്പം വന്നതാണ്. അപ്പം എന്നെ വെറുതെ ആക്കൂല. അതല്ലാത്ത എന്ത് ഷറഫുള്ളത്? ഹബീബ നബിയിൽ അല്ലാതെ എന്തുള്ളത്? ആ നബിനെ നിനക്കുന്ന നിസാരല്ലടോ. നിന്റെ മുൻഗാമിക്ക് ഖുർആൻ പരിഭാഷല്ല, ഹദീസ് പരിഭാഷയില്ല, ഹദീസും അറിയില്ല. എൻ്റെ വല്യാപ്പാക്ക് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നറിയില്ല, പരമകാരുണികനും കരുണാനിധിയും അറിയില്ല,
ഒന്നും അറിയില്ല. നബിനറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കദമിന് സ്വലാത്തിലും ഒരു കാലണ്ട് എടുത്ത് വെക്കാൻ സ്വലാത്തിലും വുളു മുറിഞ്ഞാൽ അപ്പോൾ അറ്റങ്ങായിലിറങ്ങി വുളു എടുക്കും. ഞാൻ കണ്ടതാ. ഒന്നും അറിയില്ല. ഖുർആൻ ഓതാൻ അറിയാം. അത് ഓതി ഒരു മുസാഫ് പൊട്ടി തവിട് പൊടി. മനസ്സിലായില്ല. അതറിയാം. അങ്ങനെ സൂക്ഷിച്ച് എടുത്തുക്കൊള്ളും അതിൻ്റെ കടലാസൊക്കെ. കാരണം എന്തേ അത്രയും കാലം ഓതിക്കണതിൽ വലിയ മുസാഫ. അത്രയും കാലം ഓതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? വലിയ അപ്പം പിടിച്ചു കൊടുത്ത് പ്രത്യേകമായ അടയാളം ഉണ്ടായിരുന്നു. കാരണം എത്ര കാലം ആ പേജ് മാറ്റി മറിച്ചു എന്നതിന് കൈയും കണക്കുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒന്നും അറിയില്ല. റസൂലുള്ളാഹിനെ അറിയും, മുത്തുനബിനെ അറിയും. ഒരു മങ്കൂസ് പോലെ പൂർത്തിയാക്കിയ അതാത് റമളാന്റെ ഒരു രാത്രി കിടന്നുറങ്ങൂല. കാരണം നന്ദിയുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടാൻ കാരണം ഈ ഖുർആൻ ഞാൻ ഓതുന്നുണ്ടെങ്കിലും ഇതിനെനിക്ക് തന്നത് മുത്തുനബിയാണെന്ന് ബോധമുണ്ട്. ലൈലത്തുൽ ഖദ്ർ മനസ്സിലാവുന്ന പറഞ്ഞു. ലൈലത്തുൽ ഖദ്ർ ഉണ്ടെങ്കിൽ ആദ്യം മൗലിദ് ഓതുക. ആദ്യം മൗലിദ് ഓതുക, പിന്നെയാണ് ഇത് കവിരിക്കുക. എന്തേ ഇത് മുത്തുനബി വഴി കിട്ടിയതാണ്. ഓരോ ഫാത്തിഹയിൽ ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് വഇലാ ഹദറത്തി അസ്ഹാബിൽ ബദ്രീൻ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു രാവുല്ല പകലുല്ല നബിക്ക്. ഒരു കാലമല്ല എൻ്റെ വല്യപ്പാക്ക്, നിങ്ങളെ വല്യപ്പാർക്ക്. എന്തുകൊണ്ട്? അവർക്ക് നന്ദിയുണ്ട്. ആരോട്? നബിയോടും ബദരീങ്ങളൊക്കെ നന്ദിയുണ്ട് നബിയോട്. മനസ്സിലായില്ലേ? ബദരീങ്ങൾ നന്ദിയുണ്ട്, നബിയെ സഹായിച്ചു. ബാക്കിയൊക്കെ പിന്നെ പരക്ക കൂടിയതാണ്. ഇതാണ് ചിന്തിക്കേണ്ടത്. ഇത് നഷ്ടപ്പെട്ടു. അപ്പൊ ഈമാൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ നഷ്ടപ്പെട്ടു. ഈമാൻ നഷ്ടപ്പെട്ടു. ഒന്നുമില്ല. നല്ലോണം ചിന്തിക്ക്. ആരാണ് ഞാൻ പറഞ്ഞെല്ലാം? അള്ളാഹു തആലക്ക് എന്ത് അള്ളാഹിനോട് ഇന്നി റബ്ബി അരിനി അൻദുറു ഇലൈക ഖാല. എന്താ അള്ളാഹ് പറയാൻ? ലം ഉറ, എന്നെ കാണപ്പെടുകയില്ല. അങ്ങനെയല്ലേ പറയണ്ട്? പറഞ്ഞിട്ടില്ല താങ്കൾക്ക് ഒരിക്കൽ കാലത്തും എന്നെ കാണാൻ കഴിയില്ല ഈ ദുനിയാവിൽ വെച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. എൻ്റെ അർത്ഥം നിങ്ങളെല്ലാത്തിനും കാണാൻ കഴിയുന്നല്ലേ? മനസ്സിലായില്ലേ? ചിന്തിക്ക. ആരാണ് നിന്റെ നബി? ചിന്തിക്ക്. ആരാണ് നിന്റെ നബി? നിന്റെ നബി അത്രയും വലിയ ആളായതുകൊണ്ടാണ് ഇന്ന് നിന്റെ വേദം നിന്റെ കയ്യിലുള്ളത്. സയ്യിദുനാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത്, പിന്നീട് സബൂർ, പിന്നീട് ഇഞ്ചീൽ. മനുഷ്യൻ അതിലെല്ലാം കൈകടത്തി. എന്നാ വേദഗ്രന്ഥങ്ങൾ ശുദ്ധമല്ലാതാക്കി. എന്നാൽ നിന്റെ വേദഗ്രന്ഥം ശുദ്ധമായി നിലനിർത്തി. എന്തേ? അതൊരു നബിക്ക് കൊടുത്താണ്. അതിൽ കൈകടത്താൻ സമ്മതിക്കൂല. അപ്പൊ ഈ വേദഗ്രന്ഥം നിനക്കിന്ന് ഓതാൻ പറ്റിയ പരുവത്തിൽ നിലനിൽക്കാൻ കാരണം എന്താ? നിന്റെ നബിയാ. അപ്പം മുസാഫ് കയ്യിലെടുത്താൽ ആദ്യം സ്വലാത്തല്ലുണ്ട്. പറഞ്ഞോ, അതല്ലേ നന്ദി. ഈ മുസാഫ് ഈ രൂപത്തിൽ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. മുൻകാലത്തൊക്കെ വേദങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. മനുഷ്യൻ കൈകടത്താൻ അള്ളാഹു ഇടപെട്ടില്ലല്ലോ. ഇതോ തൊട്ടാൻ പറ്റൂല. എന്തുകൊണ്ട്? തിരുനബിക്ക് കൊടുത്താണ്. ഞമ്മ തൊടൂല. മുൻകാലത്തെ ഒരു വേദത്തിലും അവരുടെ നബിമാരെ വെച്ചിട്ട് നിങ്ങൾ അതിന്റെ പകരം കൊണ്ടുവരും അള്ളാഹു തആല പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പകരം വേറൊന്നും കൊണ്ടുവരി. അങ്ങനെയല്ല, ഇതിന് പകരം കൊണ്ടുവരാൻ കഴിയില്ല. മനസ്സിലായി? ചിന്തിക്ക്. അപ്പൊ ഈ വേദഗ്രന്ഥം ഇന്നിപ്പോ നമുക്ക് ഓതാ, ഒരു വിശ്വാസമുണ്ട്. ഇതിലൊരു ആയത്തോതിയാൽ എനിക്കത് ആരിലേക്ക് എത്തും? മുത്തിനെ അള്ളാഹുലേക്ക് എത്തും. ന്യായത്തോതിയ. അതിന് കാരണം ആരാ? എൻ്റെ നബിക്ക് കൊടുത്തതിൽ കൈകടത്താൻ അള്ളാഹു തആല സമ്മതിക്കൂല. അപ്പോഴും കാരണക്കാരനാരാ? പറ, ആരാ? നബിയാണ്. എന്താണിത് മനസ്സിലാക്കാത്തത്? എല്ലാം ഞാൻ പറഞ്ഞ
അല്ലാഹു തആല എങ്ങനെ പറഞ്ഞ ലൻ തറാനി എന്നല്ല, താങ്കൾക്ക് ഒരിക്കലും എന്നെ കാണാൻ കഴിയില്ല. ലൻ തറാനി, ലൻ തറ അങ്ങനെ പറഞ്ഞ പോലെ. ലൻ ഉറ, എന്നെ കാണപ്പെടൂല, എന്നെ ഒരു കാലം കാണപ്പെടും, അങ്ങനെ ലൻ ഉറ, എന്നെ കാണപ്പെടുകയേയില്ല, അങ്ങനെ പറഞ്ഞ പോലെ. ലൻ തറാനി, താങ്കൾ ഒരിക്കലും എന്നെ കാണൂല. കാണുന്നല്ലേ ഉണ്ട്, കാണുന്നവരുണ്ട്. ഇപ്പോ അറാഫെന്ന ഞാൻ നെജ്മിലേക്ക് വരാം. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى ولقد رأى من آيات ربه الكبرى. ആയത്തിന്റെ വ്യാഖ്യാനം വായിക്കാം. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അടുത്തു, വീണ്ടും അടുത്തു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, രണ്ട് വില്ലിന്റെ അകലത്തിലായി, അല്ല അതിനേക്കാൾ അടുത്തു. ഈ സംഭവത്തെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകളിൽ ധാരാളം മുഫസ്സിറുകൾ ഇത് മിഅ്റാജിന്റെ രാത്രിയുള്ള സംഭവമാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തതിൽ പറഞ്ഞത്? അടുത്തു, 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 വീണ്ടും അടുത്തു. فكان قاب قوسين أو أدنى ثم دنا فتدلى فكان قاب قوسين أو أدنى. രണ്ട് വില്ലിന്റെ വില്ല് അളവിന് വേണ്ടി അറബികൾ ഉപയോഗിക്കുന്ന ഒരു അളവ് ദൂരമാണ് എന്ത്? വില്ല്. രണ്ട് വില്ലിന്റെ അകലത്തിലായി, അല്ല അതിനേക്കാൾ അടുത്തു. മാ കദബൽ ഫുആദു, ഹൃദയം കളവാക്കിയിട്ടില്ല. മാറ, ആ കണ്ണ് കണ്ടത് ശരി തന്നെയാണ്. ചിലപ്പോൾ നമ്മളെ മനസ്സൊന്നും ഞാൻ കണ്ടത് നേരെ തന്നെയാണോ? ചിലപ്പോൾ നമ്മൾ ചില കാര്യം കണ്ണ് കാണും, പക്ഷെ പിന്നെ മനസ്സത് അംഗീകരിക്കൂല. മനസ്സിലായോ? പക്ഷെ മാ കദബൽ ഫുആദു, ഹൃദയം കളവാക്കിയില്ല. ഹൃദയം, മനസ്സിലായില്ലേ? മാറ, കണ്ണ് കണ്ടത് ആര് കളവാക്കിയില്ല? കൽബ് കളവാക്കിയില്ല. ശരി തന്നെയാണ്, കണ്ടിട്ടുണ്ട്, കണ്ട തന്നെയാണ്. മനസ്സിലായോ? മനസ്സിലാണോ എന്താണ് കണ്ടത്? കണ്ടത് അതാ സമിഅൻ നിദാ. നബി അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് പ്രത്യേക ജിബ്രീലിനെയും വെച്ചിട്ട് മാറ്റിയിട്ട് പിന്നെ പോയി അള്ളാഹിൻ്റെ ഹളറത്തിലേക്ക്. മനസ്സിലായില്ലേ? ജിബ്രീലിനെ മാറ്റി. തഖദ്ദം യാ ഹബീബി ലാ തഖഫ് أبصر تناجي ربك القيوم صلوا عليه وسلموا تسليما. എല്ലാ മുഹദ്ദിസുകളും ഹദീസ് രേഖപ്പെടുത്തിയ അതിൻ്റെ കവിതയാണ് അവിടെ ഉമർ ഖാദി തങ്ങൾ കൊണ്ടുവരുന്നത്. എന്ത്? ഇനി ജിബ്രീൽ പറഞ്ഞു, എന്നെ വിട്ടിട്ട് നിങ്ങൾ പോയിക്കോളി, തക്കം നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി, എനിക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമല്ല. യാ ഹബീബി ലാ തഖഫ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് പേടില്ല, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി. അഭിഷേക് സന്തോഷപരിതനാകും. തുനാജി, തങ്ങൾക്ക് അഭിമുഖ സംഭാഷണം നടത്താം. റബ്ബക്ക, അങ്ങയുടെ റബ്ബുമായി. മൂസ നബി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു?
നിങ്ങൾക്ക് എന്നെ കാണാനേ കഴിയൂല. ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ ഒരു പ്രഭ വന്നിട്ട് അത് നിൽക്കുകയാണെങ്കിൽ കാണാം. ഇപ്പം എങ്ങനെ ആ പർവ്വതത്തിന് അള്ളാഹിൻ്റെ പ്രഭയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനേക്കാളും വലിയാണ് ഖൽബ് മുഹമ്മദ്. ആകാശത്തിനേക്കാളും എന്തും വഹിക്കാൻ കരുത്തുള്ള ഒന്നാണ് ആര്? ഖൽബ് മുഹമ്മദ്. അതാണ് ആ ഫുആദിനുള്ള പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. ഖൽബ് കൃത്യമായി, ചിലത് കൽബിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് കൽബ് ഉൾക്കൊണ്ടു. കാരണം ആജാതി കൽബുള്ള ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അതിന് പ്രത്യേകത ഉണ്ട്. തടി ഉറങ്ങിയാലും കൽബ് ഉറങ്ങൂല. ഇന്നലഹു കൽബൻ ഇതാ നാമത്തിൽ ഐനാനില്ലം യനമി. അത് ഉറങ്ങാത്ത കൽബാണ്. കണ്ണുറങ്ങും, ആരും ഉറങ്ങൂല, കൽബുറങ്ങൂല. നിങ്ങൾ വിചാരിച്ച ആളല്ല. ഇങ്ങനെ നിന്നിട്ട് ബാക്കിലേക്ക് പറയും ഇന്നാളെ സഫ് ശരിയില്ല. എനിക്ക് ബാക്ക് കൂടി കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? എന്റെ വെളിച്ചം ഇവിടുന്ന് ഇങ്ങനെയും വരുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങനെയും വരുന്നുണ്ട്. കൽബിന്ന് കണ്ണ് പെടുന്നുണ്ട്. മനസ്സിലായില്ല? ആരെങ്കിലും മേപ്പെട്ട് നോക്കി നിസ്കാരത്തിൽ നിന്നാൽ മേപ്പെട്ട് നോക്കി ചില ആൾക്ക് സുബജുദ്ദീന്റെ സ്ഥാനത്തേക്ക് നോക്കാന്ന്. അത് ഏതെങ്കിലും പുതുവിശ്വാസികൾ മേപ്പെട്ട് നോക്കും. അപ്പൊ റസൂലുള്ളാഹി എന്ത് പറയും? ചില മനുഷ്യന്മാര് നിസ്കാരത്തിൽ എങ്ങനെയാ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇർഫഊന അബ്സാറും, അവരവരെ കണ്ണും തിരിച്ച് മേലക്കാക്കി നിൽക്കുകയാണല്ലോ എന്ന് പറയും. അതെങ്ങനെ നബിയ? എനിക്കിവിടെ കണ്ണുണ്ട്. അങ്ങനത്തെ ഒരാളാ മുഹമ്മദ് മുസ്തഫ. എന്തേ ഉണ്ടായത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമിഅ നിദാഅ, വിളി കേട്ടു. മിനൽ അലിയിൽ അല, മേലയായ റബ്ബിൽ നിന്ന്. അതായത് ജിബ്രീൽ നബിയെ സ്ഥലത്ത് നിന്നു നബിയെ പറഞ്ഞയച്ചു. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഖയ്യൂമായ റബ്ബിനോട് നിങ്ങൾ അഭിമുഖ സംഭാഷണം നടത്തി വരി എന്ന് പറഞ്ഞയച്ചു. അപ്പോൾ അള്ളാഹു വിളിച്ചു. ആരോട്? ആരെ? മിനൽ അലിയിൽ അല, മേലയായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിളി വന്നു. ഉദ്നു യാ ഖൈറുൽ ബരിയ, അടുത്ത് വരി, അടുത്ത് വരി. ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഉത്തമരെ അടുത്തേക്ക് വരി. ആരോട് പറഞ്ഞു? മുത്തനബിയോട് പറഞ്ഞു. ഉദ്നു യാ മുഹമ്മദ്, ഇങ്ങോട്ട് കയറി വരി. ഫഅദ്നാനി റബ്ബി, അപ്പൊ എന്റെ റബ്ബ് എന്നെ അടുപ്പിച്ചു. ഹത്താ കുന്തു സമ്മദനാ ഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ഈ രണ്ട് വില്ലിന്റെ അകലത്തിൽ ഞാനായി. അല്ലാഹുവിന്റെ ഹഖ് തആലയുടെ ആ നൂറ് തജല്ലിയുമായി. ആ നൂറാണ്, അതിന്റെ നേർപ്പിച്ച നൂറാണ് ഇവിടെ പർവ്വതത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ കണ്ട് മൂസാ നബി ബോധം കിട്ടും. മൂസാ നബിന്റെ അടുത്തേക്ക് നൂറ് വന്നിട്ടുമില്ല. മനസ്സിലായില്ല? അവിടെ എന്ത്? ഫലമ്മാ തജല്ല, നോക്ക്, ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി, ആ പർവ്വതത്തിലേക്ക് അള്ളാന്റെ ഒരു ചെറിയ വെളിച്ചം വന്നപ്പോൾ ജഅലഹു, ആ വെളിച്ചം ആ പർവ്വതത്തെ ആക്കി ദക്കൻ, പൊടി പൊടിയാക്കി. മൂസാ നബിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. മൂസാ നബി അപ്പുറത്തെ പർവ്വതത്തിൽ നോക്കിക്ക. ഫഖറ മൂസ സ്വാഇഖ, മൂസാ നബി ഉടനെ ബോധം കെട്ട് വീണു. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ബോധം കെട്ട് മൂസാ നബിന്റെ അള്ളാന്റെ വെളിച്ചം വന്നിട്ട് ബോധം കെട്ടതാണോ? പറയാണോ? അല്ല. കുഞ്ഞിമാന്റെ ബിസ്ക്കറ്റ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ബാപ്പ ബോധം കെട്ട് വീണു പെരിയില്. മനസ്സിലായില്ല? കുഞ്ഞിമാൻ ബിസ്ക്കറ്റ് കൊണ്ട് വരികയാണ്. എവിടുന്ന്? വൈന്ന് പോലീസ് നടക്കണമെന്നാണ് പിടിച്ചത്. ആ വിവരം ആരോ മൊബൈലിലെത്താ, വാപ്പേ കുഞ്ഞിമാനെ പിടിച്ചു. ബാപ്പ അത് കേട്ടോടുകൂടെ എന്ന് പറഞ്ഞ മാതിരിയാ. ബാപ്പാനെ പോലീസ് പിടിച്ചിക്കണോ? ബാപ്പാനെ പോലീസ് പിടിച്ചോ? ഇല്ല. കരിപ്പൂര് പോലീസ് കുഞ്ഞിമാനുവിനെ പിടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തിന് ബാപ്പ ഇവിടെ മൂത്തോടുത്ത് ബോധം കെട്ടു വീണു. മനസ്സിലായില്ലേ? ആ പർവ്വതത്തിലേക്കാണ് എന്ത് വന്ന്? അള്ളാഹുവിന്റെ നേരിയൊരു പ്രകാശം. അത് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിഞ്ഞില്ല? മൂസാ നബി. ഇതോ നീ ഈ നബി ആരാന്റെ നബി? അത് പഠിക്കണേ എങ്ങായി. ആ അള്ളാഹുവിന്റെ നൂറു തജല്ലിയും മുത്തുനബിയും തമ്മിൽ രണ്ട് വില്ലിന്റെ അകലമേ ഉള്ളൂ. അല്ല, അതിനേക്കാൾ അടുത്തിട്ടുണ്ട്. പർവ്വതത്തിലേക്കല്ല. ഇത് ഇവിടുത്തെ അയച്ച നേരിയ പ്രഭ. ഇത് എവിടുത്തെ പ്രഭ? സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തുള്ള പ്രഭ. അടുത്ത് വരീന്ന് പറഞ്ഞു. അവിടേക്ക് പോകാൻ ആർക്കും അനുവാദമല്ല.
ഇവര് കരിഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് ആകാശത്തെ, അതിനെക്കുറിച്ച് ചില മുഫസ്സിറുകൾ പറയുന്നത്, ആകാശത്തെ ബഹറുണ്ട്, ബഹറുൻ നൂർ, പ്രകാശത്തിൻ്റെ ബഹർ, അതിലേക്ക് മനുഷ്യന് ഭൂമിയിലെ ബഹർ പോയാൽ നിൽക്കുന്നത് പോലെ ആ ബഹറുൻ നൂറിൻ്റെ അടുത്ത് എന്നാൽ മലക്കൾ നിൽക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് അവകാശം ഇല്ല. ആ ബഹറും കടന്നു പോകാണ് ആര്? ഹബീബ് റസൂലുള്ളാഹ്. നമുക്കതൊക്കെ ഒരു വർത്താനം മാത്രമാണ്. നമ്മളിപ്പോൾ നടന്ന് ബീച്ചിലെത്തിയെന്നല്ലോ, നിലവിടുന്ന് കടലിൽ മങ്ങി പത്താക്കി നിന്ന് പോന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതാണ് നീ ഇവിടെ ഇട്ടാൽ എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നു, മുസ്തഫ നബി പോയി. പിന്നെ അത് എത്ര ദൂരമാണ് ആ ദൂരം അറിയില്ല. ചിലപ്പോൾ ഇവിടുന്ന് അവിടേക്കുള്ള ദൂരം അവിടുന്ന് അള്ളാന്റെ ഹദറത്തിലേക്ക് ഉണ്ടായേക്കാം, നമുക്കറിയില്ല. അള്ളാന്റെ നൂറു തജല്ലി, ഹഖ് തആലയുടെ തജല്ലി നേരിട്ടൻ കണ്ടു. ചിന്തിക്ക്, എന്താ കണ്ടത്? മിന്നൂരിൽ ഹഖ് മാ റആ ബിബസരിഹി മാ റആഹു, ഒന്നിനെ നബി കണ്ടു, ബിബസരിഹി ഹബീബ റസൂലുള്ളാഹിയുടെ ദൃഷ്ടി കൊണ്ട് കണ്ടു. മിന്നൂരിൽ ഹഖ് തആല, ആരുടെ പ്രകാശം? നേരിട്ട് അവിടുന്ന് കണ്ടു അള്ളാഹിന്റെ പ്രകാശം. അല്ലദി തജല്ലലു, അത് നബിയിലേക്ക് വെളിവായി. ഒരു വില്ലിനോട് അടുത്ത്, 2 വില്ലിന്റെ അകലത്തിൽ, ആ പ്രഭയും ഒരു 2 വില്ലിന്റെ അകലത്തിൽ എന്ന് അള്ളാഹിന്റെ ഹബീബ് നേരിട്ടാണ് കണ്ടു. ആ നൂറു തജല്ലി, ആ നൂറു തജല്ലിയുടെ പ്രഭവ കേന്ദ്രത്തിൽ ഹബീബായ റസൂൽ എത്തിച്ചേർന്നു. അടുത്തു വരാൻ അള്ളാഹിന്റെ വിളിയാളം വീണ്ടും വീണ്ടും ഉണ്ടായി. അപ്പോൾ മുന്നേ ആ നൂറു തജല്ലി, അള്ളാഹുവിന്റെ നൂറു തജല്ലിയെ 2 വില്ലിന്റെ അകലത്തിൽ നിന്ന് ആര് കണ്ടു? മുത്ത് റസൂലുള്ളാഹ്. അതിൻ്റെ നേരിയ, അത്രയൊന്നുമല്ല, അതിൻ്റെ നേരിയ ഒരു അംശമാണ് എവിടെ വന്നത്? പർവ്വതത്തിലേക്ക് വന്നത്, തുരിസിന പർവ്വതത്തിലേക്ക് വന്നതിൻ്റെ ഏരിയയിലുള്ള ഒരു പർവ്വതത്തിലേക്ക് വന്നത്. ആ പർവ്വതം ഇന്നും കരിഞ്ഞു കിടക്കുക. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ പർവ്വതം എത്ര വട്ടം കണ്ടു എന്ന് കണക്കില്ല. ഇന്നും കരിഞ്ഞു കിടക്കുക. ഇത് ഏകദേശം ആ സംഭവം നടക്കുന്നത് 3500 കൊല്ലം മുമ്പ് ഈ സംഭവം. അന്ന് കരിഞ്ഞ പർവ്വതം ഇന്നും കരിക്കട്ട പോയി കിടക്കുക. ഞാൻ ആ പർവ്വതം കണ്ടിട്ടുണ്ട്. അപ്പൊ അത്ര കരിച്ചിൽ വന്നു എന്തിന്? ആ പർവ്വതത്തിന്. ഇവിടെയോ ഞാൻ നൂറു തജല്ലിയിലേക്ക്, അത് അവിടെ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ആ നൂറു തജല്ലി തേടിപ്പോയി മുത്ത് മുഹമ്മദ് മുസ്തഫ. അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അള്ളാഹുവിൻ്റെ ആ പ്രകാശം അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ പോയി നേരിട്ട് കണ്ടു. ആര്? മുഹമ്മദ് മുസ്തഫ. മാ കദബൽ ഫുആദു മാ റആ. ആ കണ്ടത് കളവാണെന്ന് ഹൃദയം പറഞ്ഞിട്ടെന്നല്ല. എന്തുകൊണ്ട്? ഹൃദയത്തിന് അറിയാം അതെന്താണ്, ഒറിജിനലാണ്. ചിലപ്പോൾ നമ്മൾ കണ്ടത് ഹൃദയം അംഗീകരിക്കൂല. അംഗീകരിക്കാൻ കഴിയൂല. ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി രാവിലെ വരുമ്പോൾ കൂളിമാട് അങ്ങാടിയിലൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാറും കാര്യം മുമ്പരാണ് പോവുകയും ചെയ്ത്. ഇത് കണ്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടു, പക്ഷെ കൽബ് അംഗീകരിക്കൂല. സാധ്യത കുറവാണ്. അങ്ങനെ വരാൻ സാധ്യതയില്ല. ആവൂല. അത് മരണം വരെ ആഴ്ചപ്പെടുത്താൻ കിട്ടൂല. സംഗതി പ്രധാനമന്ത്രി തന്നെ ഓക്കെ കണ്ടു. ആ മഫ്ലറൊക്കെ കെട്ടിയ നല്ല കുർത്തിയൊക്കെ ഇട്ട് നല്ലൊരു ആചാരഭാവമായ വലിയൊരു മനുഷ്യൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടു. കൂളിമാടങ്ങാടിയിൽ ആരുമില്ല, പീടിയൊന്നും തുറന്നിട്ടില്ല. 2-3 പോലീസ് വണ്ടി അപ്പുറം ഉണ്ട്. വന്നിറങ്ങി കണ്ടു. അപ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് മറ്റേ വണ്ടിയൊക്കെ മാറിക്കയറി. ഈ ചിക്കൻ്റെ കണ്ണോണ്ട് കണ്ടു. അത് കഴിഞ്ഞു പോയി. അനക്കന്ന് ഫുള്ള് അന്തം വിട്ട് ഞാൻ മറ്റൊപ്പം കുത്തരുന്നു. എന്തപ്പോൾ ഞാനീ കണ്ട്. അപ്പം ഈ കണ്ടിട്ടുണ്ട്, പക്ഷെ കൽബത് അംഗീകരിക്കൂല. ഇത് മാ കദബൽ ഫുആദു മാ റആ. കണ്ടത് ഹൃദയം കളവാണെന്ന് പറഞ്ഞിട്ടേയില്ല. അതത് ആരെ തന്നെ കണ്ടു? അള്ളാഹുവിൻ്റെ നൂറു തജല്ലിയെ തന്നെ അവിടെ പോയി കണ്ടു. അതിൻ്റെ നേരെ നൂറു തജല്ലി ഇവിടെ വന്നപ്പോഴത്തേനും മൂസാ നബി ആ പർവ്വതത്തിൽ വന്നപ്പോഴത്തേനും ഇവിടെ ബോധം കിട്ടുന്നു. അങ്ങനെ
എന്തൊരു നബിനെ കിട്ടിയിട്ട് ഇജ്ജ് ഇപ്പോഴും ബത്തക്കെ മുറിച്ച് നടക്കുക? എൻ്റെ ബത്തക്കൻ്റെ കറാമത്തജ്ജ് പറയുന്നത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതാണ് നബി, അതാണ് മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ ഹബീബ് ഇതിന് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ബഹറുൽ മദീദിൽ പറയാണ്. എന്താ പറയുന്നത് തഫ്സീർ? ഈ പറഞ്ഞതിന്റെ ടോട്ടൽ അന്നഹു റഅ ദാത്തൽ ഹഖ് മുതജല്ലിയതൻ ബിനൂരിൻ മിൻ നൂരി ജബറൂതിഹി. അല്ലാഹുവിന്റെ മുതജല്ലിയത്തായ ആ ഹഖ് തആലാന്റെ ദാത്തിനെ ആര് കണ്ടു? ഹബീബ് റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ മുത്തജല്ലിയത്തായ ആ ദാത്തൽ ഹഖി, ആ ഹഖ് തആലയുടെ മുത്തജല്ലിയത്തായ ദാത്തിനെ കണ്ടു. ബിനൂരി മിൻ നൂരി ജബറൂത്തിഹി, അള്ളാഹുവിൻ്റെ ആ പ്രത്യേക ജബറൂത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുള്ളൊരു പ്രകാശം കൊണ്ട് നബി കണ്ടു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. തജല്ലിയത്ത് കൊണ്ടല്ലാതെ അള്ളാഹിനെ കാണാൻ കഴിയില്ല. ആ പ്രകാശത്തിലൂടെ അല്ലാതെ നബി അള്ളാഹിനെ കാണാൻ കഴിയില്ല. അതങ്ങനെ കണ്ടു. അക്കാണലെന്നെ മൂസാ നബിയും ചോദിച്ചിട്ടുള്ളൂ, കൊടുത്തില്ല. എന്നിട്ട് ചെറിയ ഒരു പ്രകാശം പർവ്വത്തെ കൊടുത്ത് പർവ്വതം പൊളിഞ്ഞു. പിന്നെ മൂസാ നബി ചോദിച്ചതുമില്ല. തുബുത്തു, ഞാൻ തൗബ ചെയ്തു, ഞാൻ പെട്ടുപോയതാണ്. ഖാല ഫലമ്മാ അഫാഖ ഖാല സുബ്ഹാനക തുബുത്തു ഇലൈക. ഇനി പറയില്ല, ഇനി ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് നിന്റെ പ്രഭ കാണണം എന്ന് ഞാൻ ഇനി പറയില്ല. ആര് പറഞ്ഞു? സയ്യിദുനാ മൂസ, സൂറത്തുൽ അറാഫിന്റെ ആയത്ത്. ഇതങ്ങനെയല്ല. വഹസ്ലുഹാ അന്നഹു ഹബീബ റസൂലുള്ളാഹ് റആ ദാത്തൽ ഹഖി, ഹഖ് തആലയുടെ ദാത്തിനെ കണ്ടു. മുതജല്ലിയതൻ ബിനൂരിൻ മിൻ നൂരി ജബറൂതിഹി, ആ നൂറിന്റെ ആ തജല്ലിയത്ത് കൊണ്ട് കണ്ടു. لا يمكن أن ترى ذات إلا بواسطة التجليات. ആ പ്രകാശധാരയുടെ മാധ്യമത്തിലൂടെ അല്ലാതെ അള്ളാഹിനെ കാണാൻ കഴിയില്ല. അത് അള്ളാഹിന്റെ ഹബീബ് കണ്ടു. അതേ മൂസാ നബി ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു കാലത്തും കാണൂലായിരുന്നു. മനസ്സിലായില്ലേ? ഖാല ലൻ തറാനി, താങ്കൾ എന്നെ കാണുകയേയില്ല. ലൻ തറാനി, താങ്കൾ എന്നെ കാണുകയേയില്ല. താങ്കൾ എന്നെ കാണുകയേയില്ല. ഇവിടെ എന്ത് പറഞ്ഞു? മാ കദബൽ ഫുആദു മാ റആ, കണ്ണ് കണ്ടത് ഹൃദയം കളവാണെന്ന് പറഞ്ഞതേയില്ല. അപ്പൊ കണ്ടു, കാണേണ്ട വിധത്തിൽ കണ്ടു. ഒരു അടിമക്ക് ഉടമയെ കാണാവുന്നതിന്റെ പരമാവധി. ഞങ്ങൾ മനസ്സിലാണ്ട് പറഞ്ഞത് അതന്നെ. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോലും ആ കാഴ്ച, റസൂലുള്ളാഹിക്ക് മിഅ്റാജിൽ കണ്ട നബിയുടെ ആ കാഴ്ച സ്വർഗത്തിൽ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ ഇങ്ങനെ പരിചയം കിട്ടുള്ളൂ. കാരണം അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. എന്നാൽ കണ്ടൂടെ കാണും. മിഅ്റാജിൻ്റെ രാത്രി നബി കണ്ട പോലെ നമ്മൾ സ്വർഗത്തിൽ കയറിയാലും കാണുമെന്ന് പറയാൻ പറ്റൂല. കാരണം അതിനുള്ള കരുത്തൊന്നും നമ്മളെ കണ്ണിനെ അള്ളാഹ് നന്നാക്കി എടുക്കും. എന്നാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. നമ്മളല്ലേ സ്വർഗത്തിൽ ഒരാൾക്ക് ഭൂമിയിലെ 100 ഫഹലിൻ്റെ 100 കരുക്കരുത്തന്മാരായ 100 ആളെ ശക്തിയാണ് ഒരാൾക്ക് സ്വർഗത്തിലെത്തിയുണ്ടാകുക. അപ്പം നിങ്ങൾക്കും എനിക്കൊക്കെ 100 ആളെ കൂറ്റൻ്റെ ശക്തി ഉണ്ടാവും. എവിടെ പോയാലും, സ്വർഗത്തിൽ പോയാൽ. മുത്തുനബിക്ക് ആ ശക്തി ദുനിയാവിലുണ്ട്. അപ്പം മുത്തുനബിക്ക് സ്വർഗത്തിലെ ശക്തി എത്രയായിരിക്കും പറയാൻ പറ്റില്ല. നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. 100 കൂറ്റൻ കരുത്തുള്ള മല്ലന്മാരെ കരുത്താണ്, 100 ആളെ കരുത്താണ് മുത്തുനബിക്ക് ഭൂമിയിലുള്ളത്. കരുത്ത് പറയുന്നില്ല. അവിടുന്ന് കണ്ടതിനെ കുറിച്ച് നിങ്ങൾ അവിടുന്നോട് നബിയോട് തർക്കിക്കാൻ നടക്കണോ? നിങ്ങളെന്തിനാ തർക്കിക്കാൻ നടക്കണം? അവിടുന്ന് കണ്ടതിനെ കുറിന്റെ മേൽ ഈ മഹാനോട് നിങ്ങൾ തർക്കിക്കാൻ മെനക്കെടുകയാണോ?
അള്ളാഹിന്റെ ഹബീബ് കണ്ടു. ഒരു തഫ്സീർ ഇങ്ങനെയാണ്, അള്ളാഹിനെ കണ്ടു. ഐ റആ റബ്ബഹു ബിതജല്ലിൻ, പിന്നീട് വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, പിന്നെയും കണ്ടിട്ടുണ്ട്. ഐ റആ റബ്ബഹു ബിതജല്ലിൻ ഖാസിൻ ജബറൂത്തിൻ മറത്തൈൻ. അള്ളാഹിന്റെ ഹബീബ് അള്ളാഹിന്റെ നൂറുത്തജല്ലിയെ പറയും, നൂറുത്തജല്ലിയിലൂടെ റബ്ബിനെ കാണുക എന്നത് ഹബീബായ നബി 2 വട്ടമുണ്ട്. മറത്തൈനി, 1 വട്ടം പോലും ആർക്ക് കൊടുത്തില്ല. ആർക്ക് കരുത്തനായ ആർക്ക് കൊടുത്തില്ല? സയ്യിദുനാ മൂസാ നബിക്ക് കൊടുത്തില്ല, 1 വട്ടം പോലും കൊടുത്തില്ല. ഹബീബാ നബിക്ക് മറത്തൈനി എത്ര വട്ടമുണ്ട്? 2 വട്ടമുണ്ട്. 2 വട്ടമുണ്ട്. വഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഐ മറത്തൻ ഉഖ്റാ ഐ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റആ റബ്ബഹു ബിതജല്ലിൻ ഖാസിൻ, പ്രത്യേകമായ ആ തജല്ലി നൂറുത്തജല്ലിയിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ജബറൂത്തിൻ മറത്തൈനി, എത്ര വട്ടം? 2 തവണ. അതേ സമയത്ത് മൂസാ നബിയുടെ പർവ്വതത്തിൽ പിന്നെ പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എത്ര വലിയ പർവ്വതാണെന്നറിയോ? ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മൂസാ നബിക്കോട് കിട്ടിയതുമില്ല. ഹബീബായ നബിക്ക് 2 വട്ടം എന്ന് 2 ഇടം കണ്ടിട്ടുണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നബിയാണ് ഈ നബി. നിനക്ക് ഈ തന്നതെല്ലാം നബി വഴിയാണ്. ആ നബി അത്ര വലിയ ആളുമാണ്. സത്യവും അസത്യവും ഇന്ന് വേനക്ക് വേർവിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കാരണക്കാരൻ നബിയാണ്. ബദർ അല്ലേ, യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജമാൻ, മനസ്സിലായി? യൗമൽ ഫുർഖാൻ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും തമ്മിൽ വിട്ടുപിരിച്ചത് അതാർക്ക് കൊടുത്തതാണ്? ആർക്ക്? മുസ്തഫ നബിക്ക്. അതിന്റെ വിജയമാർക്ക്? മുസ്തഫ നബിക്ക്. വാന്തും അതില്ലത്തുൻ, നിങ്ങൾ നിസ്സാരന്മാരാണ്. ആർക്കാ കൊടുത്തത്? വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വാന്തും അതില്ലത്തുൻ. ആയത്തെ ഒന്നുകൂടി അർത്ഥം പറഞ്ഞുതരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാന്തും അതില്ലത്തുൻ, നിങ്ങൾ ഹബീബായ റസൂൽ വാന്തും അതില്ലത്തുൻ, നിങ്ങൾ നിസ്സാരന്മാരാണെന്നിരിക്കവേ വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അതില്ലത്തുൻ നിങ്ങൾ നിസ്സാരന്മാരാണെന്നിരിക്കവേ വഅൻതും അതില്ലത്തുൻ. ബഹർമദീന്റെ 1-ാം വാള്യം ഉണ്ടോ? വഅൻതും അതില്ലത്തുൻ. അവിടെ ആയത്തല്ല, വർത്താന പറയണത്. ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ ബിബദ്രിൻ, ബദറുൽ കമാലായ ഹബീബായ നബിയെ കൊണ്ട്. വഅൻതും അതില്ലത്തുൻ, നിങ്ങൾ സാരന്മാരാണ്. ഫത്തഖുല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ പിടിച്ചോളി. ഈ ആയത്തിന് അർത്ഥം ബഹറുൽ മദീദ് കൊടുക്കുകയാണ്. ഫത്തഖുല്ലാ എന്നാണ് അവിടെ അർത്ഥം. വസ്ബുത്തു മഅ റസൂലി, നിങ്ങൾ ആരപ്പം നിന്നോളി. റസൂലിനപ്പം നിങ്ങൾക്ക് ബദർ കിട്ടിയ റസൂലിനെ കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാം കിട്ടി, നിങ്ങൾ ആരപ്പം നിന്നോളി. നിങ്ങൾക്ക് രക്ഷപ്പെടണം. നിങ്ങൾ ആരെ കൂടക്കുക? ഈ ആയത്തിനിവിടെ ഫത്തഖുല്ലാ വസ്ബുത്തു മഅ റസൂലിഹി ലഅല്ലക്കും തശ്കുറൂൻ. അപ്പോഴേ നിങ്ങൾ നന്ദിയുള്ളവരാവുള്ളൂ. ആരപ്പം നിന്നാല്. പിന്നെന്താ ഇപ്പം പറഞ്ഞു? നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചാണ് ബത്തക്കി മുറിച്ച് പോയാൽ നിങ്ങൾക്ക് നന്ദി ഉണ്ടാവില്ല. നന്ദി ഉണ്ടെങ്കിൽ ആരപ്പം നിൽക്കണം? റസൂലുള്ളാഹിനെ തഅ്ലീം ചെയ്യണം. കാരണം റസൂലുള്ളാഹിനെ ആര് തഅ്ലീം ചെയ്തിട്ടുണ്ട്? അല്ലാഹു തആല. കണ്ണൊക്കെ റസൂലുള്ളാഹിന്റെ തഅ്ലീമാണ്. റമളാൻ നോമ്പ് 30 ദിവസം റസൂലുള്ളാഹിനെ അല്ലാഹു ബഹുമാനിച്ചാണ്. ഈ പരിശുദ്ധ ഖുർആൻ കൊടുത്തു. അല്ലാഹ് ബഹുമാനിച്ചതാണ് ആരെ? റസൂലുള്ളാഹിനെ. മനസ്സിലായോ?
അവലു റഹ്മത്ത് കൊടുത്തു 10 ദിവസം. റഹ്മത്തിന് പ്രത്യേക കാറ്റഗറി, ആർക്കും എന്ത് ചോദിക്കാം. എന്തേ? റസൂലുള്ളാഹി മനുഷ്യാണ്. ഔസത്തു മഗ്ഫിറത്തുൻ, രണ്ടാമത്തിന് എന്തിൽ മഗ്ഫിറത്ത് കൊടുത്തു. എന്തേ? റസൂലുള്ളാഹി മനുഷ്യാണ്. വാഖിറു ഇത്ഖുൻ, ഇത്ഖ് കൊടുത്തു. എന്തേ? പറയേ, റസൂലുള്ളാഹി മനുഷ്യാണ്. അവസാനം അഫു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ, അഫു ആരോ മനുഷ്യനാണ്. പറയേ, റസൂലുള്ളാഹി മനുഷ്യാണ്. ലൈലത്തുൽ ഖദ്ർ റസൂലുള്ളാഹി മനുഷ്യനാണ്. ബദർ കൊടുത്തു, മനസ്സിലായില്ല? ബദറിൽ വിജയം കൊടുത്തു. നിങ്ങളെ കൊണ്ടല്ല, നിങ്ങൾ വാന്തു അതില്ലെത്തൂൻ, നിങ്ങൾ നിസ്സാരന്മാരല്ലേ. പിന്നെ വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ, ബദറുൽ കമാലിനെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിച്ചു. വാന്തും അതിലെത്തും, അല്ല ബദറുൽ കമാലല്ലേ ഉള്ളൂ, നിങ്ങളൊക്കെ നിസ്സാരന്മാരല്ലേ. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ കള്ളുടിക്കാൻ പോകരുതെന്നല്ല, കള്ളു പിന്നെയും കുടിച്ചിട്ടുണ്ട്. ബദറിൽ കള്ളു കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ വന്ന് കുടുങ്ങി തോന്നുന്നുണ്ടോ? എന്തൊക്കെ ഫത്തഖുല്ലാന്റെ അവിടെ അർത്ഥം ഫത്തഖുല്ലാ, ഞങ്ങൾ കള്ളുടിച്ചേ നല്ലട എങ്ങായി. കാരണം ബദർ കഴിഞ്ഞിട്ടും ബദരി ഞങ്ങൾ കള്ളുടിച്ചിട്ടുണ്ട്. എവിടുന്നാണ് നിങ്ങളൊക്കെ വരുന്നത്? ഫത്തഖുല്ലാന്റെ വായന എന്താ? നബിനെ പിടിച്ചോട്ടോ ലഅല്ലക്കും തഷ്കുറൂൻ, അപ്പോഴേ നിങ്ങൾക്ക് നന്ദി ഉണ്ടാവുള്ളൂ. കള്ളുടിയാളെ പറഞ്ഞല്ലോ, കള്ളുടി പിന്നെയും ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഇന്നമൽ ഖംറു വൽ മൈസിറു. അപ്പൊ ഇവിടെ ഫത്തഖുല്ലാന്റെ വായന എന്തല്ല പറയങ്ങായി കള്ളുടി കഴിഞ്ഞപ്പം അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടല്ലേ പോയിട്ട് കള്ളുടിക്കരുതിട്ടോ അല്ല അതിന്റെ അർത്ഥം. കള്ളൊക്കെ കുടിച്ചോളി, കള്ളിന്റെ വിഷയം എപ്പോഴും എത്തിയിട്ടില്ല. നിങ്ങൾ ആരെ പിടിച്ചോളി, മുത്തനെ പിടിച്ചോളിട്ടാ. കള്ള് പിന്നെയും കുടിച്ചു, കള്ളടച്ചു കുടിച്ചു. ഹംസ റളിയല്ലാഹുവിനൊക്കെ കള്ളുടിച്ചിട്ട് കണ്ണ് തുറന്നിട്ട് കിട്ടുന്നില്ല. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളുടിച്ചിട്ട് ഇയാളടുത്ത് പോയാലുള്ള ഈമാനും പോകുന്നു. ആ ജാതി തൊരിപ്പുറത്തെ ഈമാനും ഓടിച്ചിട്ട് വരണ്ട. അന്തമാണടാ, അന്തം. അത് പഠിച്ചോൻ തരണോ? അത് ഉമ്മാന്റെ ബയറ്റിക്ക് ബാപ്പാന്റെ അവയവത്തിലൂടെ വരണം, എന്നിട്ട് പുറത്ത് വരണം. അതാണ് അന്തം. അപ്പൊ അന്തെന്നറിയാം. നല്ല നല്ല മുടുക്കുള്ള ബാപ്പാർക്ക് ജനിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ അത് നിങ്ങൾ വിചാരിച്ച ബാപ്പാക്കല്ല ഞാൻ ഉണ്ടായത്, ഞാൻ വേറെ ബാപ്പാക്ക. എൻ്റെ ബാപ്പ എന്നെ പറയാം, എൻ്റെ ശരിയോടേക്ക് ആ ശരിയോട് വെച്ചെങ്കിൽ എൻ്റെ ബാപ്പാനെ പോലത്തെ ഒരാളെ ശരിയും എടുക്കണം ഞാൻ കണ്ടിട്ടില്ല. അതാണ് നിങ്ങളെല്ലാവരും ട്രോളിയിട്ടും എനിക്കൊരു ചുക്കും വരാത്ത. നിങ്ങൾക്ക് അന്തല്ല, എനിക്ക് അന്തണ്ട്, 100 വട്ടം അന്തണ്ട്. എനിക്കാണ് അന്തമുള്ളതെന്ന് ഓരോ 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ പറയും. ഇപ്പം പറഞ്ഞതിന് ഇപ്പം നിങ്ങൾ ചീത്തറിയും, ഇനി 6 മാസം കഴിഞ്ഞ് പറയാം മൂപ്പര് പറഞ്ഞാൽ എന്താണ്. അപ്പം ഞാൻ വേറെ ഒന്ന് പറയും, അപ്പം പിന്നെ നിങ്ങൾ ചീത്തറിയും. അപ്പം പിന്നെ 6 മാസം കഴിഞ്ഞാൽ പറയും മൂപ്പര പറഞ്ഞാൽ ശരിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും പറയും, അപ്പം പിന്നെയും പറയും മൂപ്പര അന്തക്കെട്ടവനാണ്. പിന്നെയും പറയും അതെന്താണ്. 6 മാസം കഴിയണം എന്നൊക്കെ പറയണമെങ്കിൽ. ഇതൊന്നും ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ തല കൊടുത്ത് ചിന്തിക്ക്. വലഖദ് നസറക്കുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ മുസ്ലിങ്ങളെ സഹായിച്ചു. ബിബദരിൻ, ബദറുൽ കമാലിനെ കൊണ്ട് സഹായിച്ചു. ആ ബദറുൽ കമാലിനെ കൊണ്ട്, ബദറുൽ കമാൽ കാരണമായിട്ട് മാത്രമാണ് നിങ്ങളെ സഹായിച്ചത്. വഅൻതും അദില്ലത്തുൻ, നിങ്ങൾ നിസ്സാരന്മാരല്ലേ. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് എന്റെ ബദറുൽ കമാലിന്റെ കൂടെ നിന്നോ. ലഅല്ലക്കും തഷ്കുറൂൻ, അപ്പോഴേ നിങ്ങൾ നന്ദിയുള്ളവരാകും. ഇതാ അതിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥമുണ്ട്, അങ്ങനെ അർത്ഥമുണ്ട്. അന്തമാണ്, അങ്ങനെ അർത്ഥമുണ്ട്. ആരാണ് ഈ ബദർ? ബദർ അറിയും. തൊലഅൽ ബദ്റു അലൈനാ, ഇവർക്ക് ബദർ അറിഞ്ഞാൽ തിരിയും. കാരണം ബദർ ആരാ? മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ആ പുണ്യപ്പുമാനെ കണ്ട മാത്രയിൽ ആ പുണ്യപ്പുമാനെ ഇവർ വിളിച്ച പേരെന്താ? ബദർ. തൊലഅൽ ബദ്റു അലൈനാ. ഇതറിയാത്ത ഒരു മുസ്ലിം ലോകത്തെവിടെ ഉണ്ടാവില്ല. റസൂലുള്ളാഹിക്ക് ബദർ എന്ന പേരുണ്ടെന്ന് അറിയാത്തൊരു മുസ്ലിം ലോകത്തുണ്ടാവില്ല. കാരണം ചെവി മുളച്ച മുസ്ലിം ഒക്കെ എന്ത് കേട്ടിട്ടുണ്ട്? ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ, വജബ ശുക്രു അലൈനാ. ഞങ്ങൾക്ക് ശുക്ർ നിർബന്ധമാണ്. ഇതാ പുണ്യപൂമാൻ വന്നു.
അതല്ല എല്ലാവർക്കും തഷ്കുറും. നിങ്ങൾക്ക് ബദറുൽ കമാലിനെ കിട്ടി, നന്ദി ചെയ്തു. എന്താ ബദറുൽ കമാലിന് കിട്ടിയുള്ള നന്ദി? ആ ബദറുൽ കമാലിന്റെ കൂടെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് പെരുന്നാളിന് പള്ളിയിൽ പോയി വന്ന് ബാപ്പിയും മക്കളും കൂടിയിരുന്നാൽ മനസ്സിലായില്ലേ? ചോറ് വെക്കണതിന് മുമ്പ് എന്ത് പറഞ്ഞു? ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറത്തിൽ ബഹറാത്തിൽ ബദരീൻ അൽ ഫാത്തിഹ. എന്തേ? ആ നബിനെ കൊണ്ടും ആ നബിന്റെ കൂടെ ഉറച്ചുന്നവരെ കൊണ്ടുമാണ് ഈ വിളിച്ചൊക്കെ കിട്ടിയത്. ആണോ? അല്ലേ? വർത്തല്ല. അതെന്നെ അത്രയേ ഉള്ളൂ. എനിക്ക് 9 മക്കളുണ്ട്. 9 മക്കൾക്ക് റസൂലുള്ളാഹിനെ വരാം. റസൂലുള്ളാഹിനെ ചുറ്റിപ്പറ്റി വരാം. ഒക്കെ റസൂലുള്ളാഹി. 2 കുട്ടികളുടെ പേര് ആയിഷാണ്. ആദ്യത്തെ കുട്ടീൻ്റെ ഒരു ഉമ്മു ഹബീബ, റസൂലുള്ളാഹിൻ്റെ ഭാര്യയുടെ പേര്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാര്യയാണ്. 2ാമത്തെ കുട്ടി ആയിഷയാണ്. 9ാമത്തെ കുട്ടി ആയിഷയാണ്. ഒരു പേരക്കുട്ടീൻ്റെ അതും ആയിഷയാണ്. ഓക്കെ. എൻ്റെ താഴെ കുട്ടീൻ്റെ ഒരു ഫാത്തിമയാണ്. അത് റസൂലുള്ളാഹിൻ്റെ പേരാണ്. റസൂലുള്ളാഹിനെ ചുറ്റിപ്പറ്റിയതാണ്. എൻ്റെ താഴെയുള്ള കുട്ടിക്ക് ഖദീജയാണ്. അത് റസൂലുള്ളാഹിൻ്റെ പേരാണ്. അതിൻ്റെ താഴെ അതിൻ്റെ മേലൊരു കുട്ടീൻ്റെ ആ കുട്ടീൻ്റെ പേര് സൈനബാണ്. സൈനബ്. അത് റസൂലുള്ളാഹിൻ്റെ ഭാര്യയുടെ പേരും മോളെ പേരുമാണ്. അങ്ങനെയാണ്. പിന്നെ 3 ആൺകുട്ടികളുണ്ട്. രണ്ടാളുടെ പേര് മുഹമ്മദാണ്, ഒരാളുടെ പേര് അഹമ്മദാണ്. 2 മുഹമ്മദാ, ഒരാൾ അഹമ്മദ്. ഒന്ന് കോഴിക്കോട് മുഹമ്മദ്, ഒന്ന് മൂത്തുപുറത്ത് മുഹമ്മദ്. 2 അഹമ്മദ് ഉണ്ട്, ഒരാൾ അഹമ്മദ്. ഇനി അള്ളാഹു എനിക്ക് 90 കുട്ടികൾ തന്നാലും നബിൻ്റെ പേര് ഇട്ടുള്ളൂ. എന്തുകൊണ്ട്? ഇതൊക്കെ എനിക്ക് നബി വഴി കിട്ടിയത്. ഒക്കെ നബിയാ കാരണം. ഇല്ല ഏത് റഹ്മത്തും നബി വഴിയാ, ഒക്കെ നബി വഴിയാ. അപ്പൊ ഇതെന്നെ തന്നെ ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ ഞാൻ വേറൊരു വാതില പറയാം. അത് കേൾക്കാൻ മാത്രം നിങ്ങൾക്ക് തടി പോരാ, തടി തളർന്നിക്കണം. അതുകൊണ്ട് എന്ന് പറയാത്ത നാളെ നിങ്ങൾ ഒരുങ്ങിയെന്നോളി. നാളെ ഞാൻ മുതൽ വർത്താനം പറയും. ഞങ്ങൾക്ക് തോബയിൽ തരാം നാളെ. അത് റഹ്മത്തുള്ളാഹിൻ്റെ അടുത്ത് പിടിക്കണം. വൽപ്പത്തരല്ലേ? വൽപ്പത്തരാണ്. ചിലപ്പോൾ വൽപ്പത്തരം പറയാലോ, അങ്ങനെ പറയാലോ. അനല്ലതീ സമ്മത്തിൽ ഉമ്മി ഹൈദറ. എൻ്റെ ഉമ്മ എനിക്ക് പുലിക്കുട്ടി എന്നാണ് പേര് വെച്ചതെന്ന് ആണ് സയ്യിദുനാ അലി തങ്ങൾ പറഞ്ഞു. റളിയല്ലാഹു. അത് വൽപ്പത്തരാണല്ലോ. വൽപ്പത്തരാണെങ്കിൽ ചെറുപ്പത്തിലാണ്, ചെറുപ്പത്തിലാണെങ്കിൽ വൽപ്പത്തരാണ്. റസൂലുള്ളാഹിനെ കൊണ്ട് കിട്ടിയതാണ്. അതന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ സംഘസ്വർഗത്തിലെത്തന്നെ ഇൻഷാ അല്ലാഹ്. അത് റസൂലുള്ളാഹിനെ കൊണ്ടാണ്. റസൂലുള്ളാഹിൻ്റെ അല്ലാത്തൊരു വർത്താനം ഇവിടെ ഇല്ല. റസൂലുള്ളാഹിനെ ഒരാൾ നിസ്സാരപ്പെടുത്തുകയാണെങ്കിൽ അവൻ്റെ ഒപ്പം നമ്മളുണ്ടാവില്ല. റസൂലുള്ളാഹി താമസിച്ച വീടിനെ കക്കൂസാക്കിയവരോട് ലോകാവസാനം വരെ നമ്മൾ ഒത്തുരാജ്യാവില്ല. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒത്തുരാജ്യാവില്ല. ഞാനിത് പറഞ്ഞിട്ട് 4-5 കൊല്ലമായി കേരളത്തിൽ. ഇന്ന് വരെ ഒരാൾ അത് ശരിയല്ല എന്നും പറഞ്ഞില്ല, ശരിയാണെന്നും പറഞ്ഞില്ല. രണ്ടാമെന്ന് പറയണ്ടേ? ശരിയല്ല എന്ന് തീരുമാനിച്ചാൽ എന്നെ സമുദായത്തിൽ നിന്ന് പുറത്താക്കാം. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ വീട്ടിനെ പറ്റി നുണ പറയാൻ തമാശയാണ്. ശരിയാണെങ്കിൽ ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല, നിങ്ങൾ ഏറ്റു പറയണ്ടേ? ഇവർക്കൊക്കെ സുന്നിയിലുള്ള ഇഖ്ലാസാണ് ഇപ്പം പറയണത്. മഹാന്മാരായ പണ്ഡിത കേസരികൾക്ക് സുന്നിയിലുള്ള ഇഖ്ലാസപ്പം ഞാൻ ഈ പറയണത്. ഒന്നിരിക്കൽ എന്നെ പുറത്താക്കണം. ഇസ്ലാമിൻ്റെ പടി പുറത്തു പറഞ്ഞു. എന്തുകൊണ്ട്? ഞാൻ എന്തപ്പം പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത്? 82 സൂറത്തിറങ്ങിയ വീട് ഇന്ന് കക്കൂസാണ് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് 2 ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ തന്നെ കോടതി കൊടുക്കും. ഒന്ന്, ഇത് തെറ്റാണെങ്കിൽ എന്നെ സമുദായത്തിന് പടിക്ക് പുറത്താക്കണം. കാരണം നിസ്സാരപ്പെട്ട കാര്യമല്ലല്ലോ. 82 സൂറത്തിറങ്ങിയ വീടിനെ പറ്റി കക്കൂസ് അറിയാൻ നിസ്സാരമാണ്. ഓനഞ്ഞ് വഹിക്കണം പാടില്ല. ഒരു മുസ്ലിമിൻ്റെ പീടിയിൽ നിന്ന് സാധനം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ തീരുമാനിക്കണം. അല്ല, അത് ശരിയാണെങ്കിൽ നിങ്ങൾ ഏറ്റു പറയണ്ടേ? എന്തേ നിങ്ങളെ മൂണുങ്ങല് നടക്കൂല? നിങ്ങൾക്ക് മൂണുങ്ങലാണ് ആവശ്യം. നിങ്ങൾക്ക് മൂണുങ്ങണം.
ഒരു മൗലാന അതിന് ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാനില്ല, എനിക്ക് ഇടക്കിടക്ക് ഗൾഫ് പോകേണ്ടതാണ് എന്നാ. മൂപ്പർക്ക് പരലോകത്ത് ഭൂമിയിൽ അടിക്കണമെന്ന് മൂപ്പര് ആലോചിച്ചില്ല. ഈ കേരള മുസ്ലിമീങ്ങൾക്കൊരു ബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്നിരിക്കൽ ഒരു മുസ്ലിമിന്റെ പീടിയിൽ നിന്ന് എനിക്ക് സാധനം പോലെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്നെ പടിയടിച്ച് പിണ്ട മക്കളും. അല്ലെങ്കിൽ ഇത് നിസ്സാരപ്പെട്ട കാര്യമാണ്. എന്റെ മുണ്ടാത്ത മൂണുങ്ങണം, നിങ്ങൾക്ക് മൂണുങ്ങണം, നിങ്ങൾക്ക് കുഴക്കണം, നിങ്ങൾക്ക് മൂണുങ്ങണം. കൂടുതൽ വർത്തമാനം പറയുന്നില്ല. നാളെ ഇങ്ങനെ വരണല്ലോ. ഏതെങ്കിലും ഇവിടെ കന്നള കൊണ്ടെന്ന് കെട്ടിയാണ്ട് ഓരോട് പറഞ്ഞ കാര്യമില്ലല്ലോ. അതിന് നാണ്ടീര് കാര്യങ്ങളെ കിട്ടണ്ടേ. അതുകൊണ്ട് ഞങ്ങളെ വല്ലാതെ വെറുപ്പിക്കണില്ല. ആകെ ഇപ്പം നിങ്ങളെ വരുന്നുള്ളൂ, നിങ്ങളെ ഞാൻ അല്ലാതെ ആക്കണില്ല. ആളില്ലാ പാർട്ടിയാണ് എൻ്റെ. ചിന്തിച്ചോ, കൊടുക്കും. കേരള സുന്നികൾ മൊത്തം കൊടുക്കും, മത്സരം കൊടുക്കും. രണ്ടാൾ പണിയെടുത്തില്ലെങ്കിൽ കൊടുക്കും. ഒന്നിരിക്കൽ എന്ത് ചെയ്യണം? ഇത് തമാശല്ല. 82 സൂറത്തിറങ്ങിയത് റസൂലുള്ളാഹിന്റെ വീട്. ആ വീട് ഇന്ന് കക്കൂസാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തീരുമാനം ഉണ്ടാക്കണ്ടേ? തമാശയാണത്. ഒന്നിരിക്കൽ അത് കളവാണ്. അപ്പോൾ ഇന്നെ സമുദായത്തിൻ്റെ ഉള്ളിൽ ഇന്നെ വെക്കാൻ പാടില്ലല്ലോ. തമാശയാണ്. 82 സൂറത്തിറങ്ങിയ വീട് കക്കൂസ് പറഞ്ഞാൽ തമാശയാണ്. കുതിര ഇതെന്താ തമാശ? അതല്ല, അത് ശരിയാണെങ്കിൽ തമാശയാണോ? ഏതെങ്കിലും ഒരു മൂല്യര് പറയുന്നത് നിങ്ങൾ കേട്ടോ? എന്ത് ഒരു മൂല്യര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ത് ഇവർക്ക് മക്കത്ത് പോകണം, എനിക്ക് മക്കത്ത് പോകണമെന്നില്ല, എനിക്ക് ഇങ്ങോട്ട് വരണതേ ഉള്ളൂ. എൻ്റെ അടുത്ത് മക്ക വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതിനങ്ങൾ ഞാൻ പുറത്താക്കി. അതിനങ്ങൾ മക്കത്ത് പോകാൻ നേര് പറഞ്ഞിട്ട് ഒരാൾക്ക് മക്കത്തേക്ക് പോകാൻ പറ്റൂലെങ്കിൽ മക്കൾക്ക് പതിയല്ലേ ഉന്നത് ഇങ്ങോട്ട് വരല്. കണ്ടോളി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് മക്ക വന്നിട്ടല്ലാതെ മൈക്കാൻ നിന്നിട്ട് അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. മക്ക വന്ന് മദീന വന്ന്, അതാണ് മദീന മുത്ത് നബിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തന്നെ. മക്കയുടെ സിറ് ഞങ്ങളോട് പറയുന്നില്ല, മദീനത്തെ സിറ് ഹബീബ നബിയ. ഹബീബ നബി വന്ന മദീനല്ല, ലോകമൊക്കെ മദീനല്ലേ. റസൂലുള്ള വന്നാൽ റസൂലുള്ള സ്ഥലത്ത് കാലുത്തിയാൽ അത് മദീനല്ലേ. മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വെച്ചാറണ്ട. നിങ്ങളെ കാര്യം നോക്കിക്കളി, നിങ്ങളെ ബാധ്യത ഇപ്പോൾ പറഞ്ഞിട്ടോ. രണ്ടാലൊരു കാര്യത്തിൽ രണ്ടാലൊരു ബാധ്യത നിങ്ങൾക്കുണ്ട്. എൻ്റെ കാര്യത്തിൽ വെച്ചാറണ്ട. അങ്ങനെ പറഞ്ഞാൽ മൂപ്പര് അവിടെ പോലെ നരകത്ത് എൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടണ്ട. ഞാൻ ഏതായാലും പറഞ്ഞല്ലോ, നിങ്ങളെ തടിമ തന്നെയാണ് ഒഴിവാക്കിക്കളി. അത് രണ്ടാലൊരു ബാധ്യത ഉണ്ട് മുസ്ലിമീങ്ങൾക്ക്. പറഞ്ഞിട്ട് കൊല്ലം 5 ആകാനായി, ഇതുവരെ വേണ്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഇതിൻ്റെ ബാക്കി പറയും. ആരാണ് ഹബീബ നബി? നാളെ ചില അത്ഭുതകരമായ വിവരങ്ങൾക്ക് പറഞ്ഞു തരും. നാളെ വ്യാഴം, പിന്നെ ശനിയും ഞായറും ഈ ക്ലാസ് തന്നെ വരും. പക്ഷേ ഞായർ തൗബയോടുകൂടെ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളും പിറ്റന്നാളും, അതായത് വ്യാഴം വെള്ളി ശനി നമ്മളെ പ്രഭാഷണത്തിൻ്റെ ലാസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശനി നമ്മളെ പ്രഭാഷണത്തിൻ്റെ ലാസ്റ്റ്, ശനിയല്ല ഇന്ന് ഞായർ പ്രഭാഷണത്തിൻ്റെ ലാസ്റ്റാണ്. 29-ാം നോമ്പ്. 29 അപ്പോൾ 29-ാം നോമ്പ്. 29-ാം നോമ്പ് ചിലപ്പോൾ പിറ്റേന്ന് പെരുന്നാളാണെങ്കിലോ അന്ന് നമുക്ക് തൗബയും. തൗബക്ക് കുറച്ച് പണിയുണ്ട്. ഞങ്ങൾക്ക് തൗബ പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്ക് തൗബ പഠിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് തൗബ ചെയ്താൽ മതി. തൗബ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബക്ക് മനസ്സിലായില്ല. അന്തല്ലാത്ത വൈദ്യരത്ത് കാല് വിരലിന് കേടാണെന്ന് പറഞ്ഞ് ചെന്നാൽ അയാൾ എന്ത് ചെയ്യും? അന്തല്ലാത്ത വൈദ്യരാണെങ്കിൽ ഏതെങ്കിലും കഞ്ഞുണ്യാതി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അപ്പം ഒട്ടത് വെട്ടിയാണ്ട് എവിടെ ഇടും? വിരലിനിട്ടിട്ട് വിരൽ കെട്ടും, വിങ്ങി നടക്കേണ്ടി വരും. അന്തള്ള വൈദ്യരാണെങ്കിൽ മൂർത്താവിൽ ഒന്നും ഇങ്ങനെ ആട്ടും, പൊയ്ക്കൊന്നും പറയും. അയാൾക്ക് കൂലിയും കൊടുക്കൂല. കാരണം അയാൾ നമ്മളെ കുതിരയാക്കി. കാലിന് വേദന എന്നുള്ളത് അയാൾ ഇവിടെ തിരിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ദീനം മാറും.
അതിന് കാരണം അന്തണ്ട് എന്നുള്ളതാണ്. തൗബ എവിടെ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നാളെ പറഞ്ഞുതരാം. തൗബ ചെയ്യേണ്ടത് നിങ്ങൾ വിചാരിച്ച സ്ഥലത്തല്ല, വേറെ സ്ഥലത്താണ്. തൗബ ഞാൻ നാളെ പറഞ്ഞു. തൗബ കേൾക്കണമെന്നുള്ളത് നാളത്തെ ക്ലാസ് കിട്ടും. നാളെ ഞങ്ങൾക്ക് തൗബ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. നാളെ ശനി ഞായർ 3 ദിവസം ഞാൻ നിങ്ങൾക്ക് തൗബയുടെ വാതിൽ ഇൻഷാ അല്ലാഹ് എങ്ങനെ വാതിൽ പ്രവേശിക്കണം എന്ന് മനസ്സിലാക്കി തരും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. എൻ്റെ വലുപ്പത്തിലാണ്, എൻ്റെ റബ്ബിൻ്റെ വലുപ്പത്തിലാണ്, എൻ്റെ റബ്ബിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ. എൻ്റെ റബ്ബിൻ്റെ വലുപ്പത്തിലാണ്. എൻ്റെ റബ്ബിനെ ചേർത്ത് തന്ന ചില സത്യങ്ങൾ ഞാൻ ഖുർആൻ തന്നെ തെളിവുണ്ട്. മണിയായി ഞങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ വലുപ്പത്തിലല്ല, എൻ്റെ റബ്ബിൻ്റെ വലുപ്പത്തിലാണ്. എൻ്റെ വലുപ്പത്തിലേ അല്ല, എൻ്റെ റബ്ബിൻ്റെ വലുപ്പത്തിലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തേ പഠിച്ചത്? ഹബീബായ റസൂലുള്ളാഹിക്ക് 2 മൽഹറുണ്ട്. ഒന്ന് റബീഉൽ അവ്വലാണെങ്കിൽ ഒന്ന് റമളാൻ. റബീഉൽ അവ്വലിലുള്ള ളുഹൂർ ആമായ ളുഹൂറാണ്, എല്ലാവർക്കുമാണ്. അതേ സമയത്ത് ഉമ്മത്തിന് മാത്രമാണ് എന്ന് റമളാൻ. അപ്പൊ നമുക്ക് 2 വെളിവാകലുണ്ട് റസൂലുള്ളാഹ്. ഒന്ന് റസൂലുള്ളാഹിന്റെ ജസദിയായ വെളിവാകൽ, ഒന്ന് ഉമ്മത്തിന് ഉള്ള അനുഗ്രഹം എന്ന നിലക്കുള്ള വെളിവാകൽ. അപ്പൊ നമ്മൾ പ്രത്യേകം നമ്മളെ പരിഗണിക്കൂ. അത് പരിഗണിക്കുമ്പോൾ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളും അല്ല പരിഗണിക്കാം, സുന്നികളെ പരിഗണിക്കാം. പഴയ കാലത്ത് എല്ലാവരും സുന്നിയാളുമ്പോൾ എല്ലാവരും പരിഗണിക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതൊക്കെ മറന്നുപോയി. കാരണം ഇതൊക്കെ കിട്ടിയ വ്യക്തിയെ പരിഗണിക്കാതിരുന്നാൽ അത് നന്ദികേടാ. അല്ലാഹ് തന്നെ പറഞ്ഞല്ലോ, ഫത്തഖുല്ലാഹ് അയ്വസ്ബുതു മഅ റസൂലിഹി. റസൂലുള്ളാഹിന്റെ കൂടെ ഉറപ്പിച്ചു നിന്നോളി ലഅല്ലക്കും തഷ്കുറൂൻ. അപ്പോഴേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? നന്ദി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ബദറുൽ കമാലായ ഹബീബായ നബിയെ കൊണ്ട് സഹായം കിട്ടിയവരാണ്. അപ്പോൾ നബിൻ്റെ നിന്നോളി. മനസ്സിലായില്ലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പം അതന്നെ ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എന്നാൽ റസൂലുള്ളാഹിക്ക് 2 മൽഹറുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിക്ക് 2 തരം ജന്മദിനം എന്ന് പരിഗണിക്കുക. ജന്മദിനം എന്ന അർത്ഥത്തിലല്ല, അതൊരു സാങ്കേതിക പദമായിട്ട് പറഞ്ഞല്ല. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിനെ റബീഉൽ അവ്വൽ റസൂലുള്ളാഹിന്റെ ളുഹൂർ കൊണ്ടാണല്ലോ, റസൂലുള്ളാഹ് വെളിവായത് കൊണ്ടാണല്ലോ നമ്മൾ റബീഉൽ അവ്വൽ പരിഗണിക്കുന്നതെങ്കിൽ ഉമ്മത്തിന് കൂടുതൽ വെളിവായത് എന്നാണ്? റമളാനിലാണ്. അപ്പോൾ നമ്മൾ റബീഉൽ അവ്വലിനേക്കാൾ മൗലൂദ് ഓതേണ്ടത് റമളാനിലാണ്. അത് മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും മങ്കൂസ് ഓതിയിരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേന്ന് ഓരോ അല്പത്തരം അവർ നബിയിലേക്ക് ചേരും. നബി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഈ പേടിക്കണ്ട, നിനക്കൊരു നബിയുണ്ട്, ആ നബിൻ്റെ ഒപ്പം ചെന്ന് നിന്നാൽ മതി, ബാക്കിയൊക്കെ നബി ചെയ്തു തരും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? ബഹറിലൂടെ നടന്നു പോകാനുള്ള കരുത്തുള്ള കുരുക്കള മകനാണ് ഇജെങ്കിൽ ഇജ് പേടിക്കണ്. അപ്പൻ്റെ ഒക്കത്തെത്താൻ മതി. ഇജ് ബഹറിൽ മുങ്ങൂല, ഇജ് പേടിക്കണ്ട. ഇജ് ആരൊക്കത്താണ്? എൻ്റെ ബാപ്പ ആജാതി കുരുക്കളാണ്. ജിദ്ദയ്ക്ക് ഇങ്ങനെ നടന്നോ ഇങ്ങനെ കുരുക്കളാണ് വാപ്പെങ്കിൽ എനിക്കൊക്കത്ത് തീർത്താൻ പോരെ. പാസ്പോർട്ട് എടുത്ത് ടിക്കറ്റ് എടുത്ത് ഇടങ്ങാറാണ്. നിനക്കൊരു നബിയുണ്ട്, ആ ഒക്കത്തിരുന്നോ എന്നാ നിനക്ക് നേടാൻ കഴിയാത്ത നേട്ടം ഇല്ല. അപ്പൊ അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. ആ നബിന്റെ വലുപ്പത്തരവും ആ നബി അള്ളാഹുവിനെ കണ്ട നബിയാണ്. മനസ്സിലായില്ലേ? ഒരു അബ്ദിന് കാണാവുന്നതിൻ്റെ പരമാവധിയിൽ റബ്ബിനെ കണ്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ ഒരല്പം ചോദിച്ചിട്ട് അള്ളാഹു തആല മൂസാ നബിക്ക് കൊടുത്തില്ല എന്നല്ല, ഒരിക്കലും നിങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞു. ലൻ തറാനി, ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലായിരുന്നു. അപ്പൊ പിന്നെ മൂസാ നബി വീണു, മാപ്പി ചോദിച്ചു, ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. അതാണ് നിന്റെ റബ്ബ് നിനക്ക് ചെന്ന നിഅമത്തിനെ ജനങ്ങളോട് പറയണം. അതാരാ നിന്റെ നിഅമത്ത്? മനസ്സിലായില്ല? അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഏതാ? പറയേ ഹബീബായ നബി. അപ്പൊ എവിടെ ആരെ കണ്ടാലും ഏത് സദസ്സിലിരുന്നാലും ആരെ പറ്റിച്ച് പറയണം? അതന്നെയല്ലേ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉപ്പും മുളകും ഏറിട്ട ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മുൻഗാമികൾ ഒരു ആദ്യത്തെങ്കിലും ഓതും ആരെപ്പറ്റി? അതാണ് നിനക്ക് നിന്റെ റബ്ബ് തന്നെ ഏറ്റവും വലിയ നിഅമത്താരാ? അത് നിഅമത്തുൽ കുബ്ര. അത് ആകാശം നക്ഷത്രമല്ല, പിന്നെ അതാരാ? അത് മുഹമ്മദ് മുസ്തഫയാണ്. അന്നത്തെ പാഠം. റബ്ബനാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وأعلِ كلمتك إلى يوم الدين. ബഹുമാനപ്പെട്ട വടകര നജീബ് മെഡിക്കൽ കോളേജിലാണ്. അദ്ദേഹം വലിയ ദീനി സഹായിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, ആ കുടുംബത്തെ ഞാൻ അറിയും. നല്ല മനുഷ്യന്മാരാണ്. നജീബ് മെഡിക്കൽ കോളേജിലാണ്. അല്ലാഹ് ശിഫ കൊടുക്കണമേ റബ്ബേ, ശിഫ കൊടുക്കണമേ റബ്ബേ, ശിഫ കൊടുക്കണമേ റബ്ബേ. 313 രൂപ ആ കുടുംബം. അല്ലാഹ് ശിഫ കൊടുക്കണം. നജീബിക്കാക്ക് പൂർണ്ണ സൗഖ്യവും സന്തോഷവും ആഫിയത്തും ഖൈറും സലാമത്തും തുറന്ന് ആ കുടുംബത്തിന് രക്ഷപ്പെടുത്തി കൊടുക്കണമേ റബ്ബേ. ഖൽബ് നന്നാവാൻ നബിയുടെ മുഹബ്ബീങ്ങൾ ഉൾപ്പെടാൻ ദുആ ചെയ്യാൻ 500 രൂപ അവർ ഞങ്ങളെയൊക്കെ ഖൽബാക്കി തരണമേ റബ്ബേ. മുസ്തഫ നബിയുടെ മുഹബ്ബീങ്ങൾ ഉൾപ്പെടുത്തണമേ റബ്ബേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹഖ്നാ ബിസ്സാലിഹീൻ. മുഅ്മിനീങ്ങളെ ദുആ ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ ദാറുൽ ഖുർആൻ എല്ലാവരും പരിഗണിക്കണേ. കഴിയുന്നതിൻ്റെ പരമാവധി ദാറുൽ ഖുർആനെ സഹായിക്കണേ. സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ 1000 കൊടുക്കാൻ കഴിയുന്ന 1000 ദാറുൽ ഖുർആൻ്റെ അക്കൗണ്ടിൽ അയക്കണേ. 2000 കൊടുക്കാൻ കഴിയുന്ന അങ്ങനെ അയക്കണേ. 5000 10000 കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ അയക്കണേ. ഒരു കുട്ടിയെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയുന്ന 5000 50000 രൂപ ഏറ്റെടുക്കണേ. പിന്നെ നിങ്ങൾ അടുത്ത കൊല്ലത്തിനുള്ളിൽ കൊടുത്താൽ മതി. അതേപോലെ തന്നെ അടുത്ത കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ഒരു 15000 രൂപ ഒരു ഭാഗികമായി കുട്ടിയെ ഏറ്റെടുക്കാൻ ദാറുൽ ഖുർആൻ നിങ്ങൾ സഹായിക്കണേ. എല്ലാവരും സഹായിക്കണേ. ഇതുകൊണ്ടൊക്കെയാണ് ദാറുൽ ഖുർആൻ ഒരു വെളിച്ചത്തിൻ്റെ ഖൈറിൻ്റെ സ്ഥാപനമാണ്. അത് പരിശുദ്ധ ഖുർആൻ്റെ മുത്തനബിൻ്റെ സ്ഥാപനമാണ്. ഇൻഷാ അല്ലാഹ് ആ ബോധമുള്ള മക്കൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദാറുൽ ഖുർആൻ സഹായിക്കണേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅലാ സ്വഹാബിഹി വസല്ലം. കാഴ്ച ഇല്ല കുറഞ്ഞ ഒരാൾ അല്ലാഹ് പാവം അല്ലാഹ് ഖൈറായ കാഴ്ച കൊടുക്കണമേ റബ്ബേ. അദ്ദേഹത്തിന് ഖൈറായ കാഴ്ച കൊടുക്കണമേ റബ്ബേ. കണ്ണിന് മൂർച്ചയുള്ള കാഴ്ച കൊടുക്കണമേ റബ്ബേ. ഏത് കരിഞ്ഞ മരത്തിനെയും പച്ചയാക്കാൻ കഴിയുന്ന റബ്ബേ. അല്ലാഹ് 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 എൻ്റെ കാഴ്ച ശരിയാക്കി കൊടുക്കണം റബ്ബേ. കാഴ്ച ഇല്ലാത്തൊരു മനുഷ്യൻ്റെ വേദന നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂല. അല്ലാഹ് കാഴ്ച കൊടുക്കണമേ റബ്ബേ. ഈ സദസ്സിലുള്ള ആ സഹോദരൻ്റെ കാഴ്ച മൂർച്ച കൂട്ടി ഭംഗിയാക്കി കൊടുക്കണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ അല്ലാഹുമ്മ സല്ലി. എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണേ. എൻ്റെ ഉപ്പാക്ക് ദുആ ചെയ്യണേ. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യണേ. മരിച്ചു എൻ്റെ അമ്മായിമാർക്ക് ദുആ ചെയ്യണേ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദാറുൽ ഖുർആനിലെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് എന്തെങ്കിലും സദസ്സിലൊരു സദഖ കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നവരൊക്കെ ദാറുൽ ഖുർആനെ പരിഗണിക്കണേ, മറക്കരുത്. അസ്സലാമു അലൈക്കും.